Thank you, friends, for joining in this live. Thank you for watching me. ഇന്ന് നമ്മൾ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ആണ് പരിശോധിക്കുന്നത്. ഇത് തികച്ചും അക്കാദമിക് താല്പര്യത്തിൽ ചെയ്യുന്ന ഒരു ലൈവാണ്. ഇത് കത്തോലിക്ക സഭയെ ഇകഴ്ത്തുവാനോ ഓർത്തഡോക്സ് സഭയെ പുകഴ്ത്തുവാനോ ഉള്ള ഉദ്ദേശത്തിലുള്ളതല്ല. കത്തോലിക്ക തിരുസഭയ്ക്ക് വളരെ അധികം വിശേഷതകളുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ധാരാളം പ്രാവശ്യം നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്. കത്തോലിക്ക സഭയെ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്നു. ഇന്നും ധാരാളം ആളുകളെ പെന്തക്കോസ്ത് ചതിക്കുഴികളിൽ നിന്ന് മടങ്ങി വരുന്നവരെ കത്തോലിക്ക സഭകളിലേക്ക് തന്നെ തിരിച്ച് അയക്കുന്നുമുണ്ട്. ഇത് തികച്ചും എന്താണ് ഈ സഭകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പരാമർശിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പല സഭകൾ ഉണ്ടായത്? ആദിമ നൂറ്റാണ്ടിൽ ഒരു സഭയായിരുന്നു ഉണ്ടായിരുന്നത്, അഥവാ ഇങ്ങനെയുള്ള വിഭജനങ്ങൾ ഉണ്ടായിരുന്നില്ല. സഭയിൽ വിരുദ്ധ ഉപദേശങ്ങൾ പ്രവേശിച്ചിരുന്നു. അതാത് കാലത്ത് സഭാപിതാക്കന്മാർ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തെ, അപ്പോസ്തോലിക പ്രബോധനങ്ങളെ ആധാരമാക്കി അവയെ സഭയിൽ നിന്ന്, സഭാഗാത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തിരുന്നു. സഭയെ വിശുദ്ധീകരിച്ചു പോന്നു. കാലാകാലങ്ങളിൽ വിപരീത അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ അപ്പോസ്തോലിക പ്രബോധനങ്ങളെ ആധാരമാക്കിയും യുക്തിചിന്തയെയും ദൈവശാസ്ത്രത്തെയും ഊടും പാവുമാക്കി സത്യ ഉപദേശത്തെ സ്ഥാപിക്കുന്നതിനും തെളിയിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും സഭാപിതാക്കന്മാർ ഔത്സുക്യം കാണിച്ചിരുന്നു. അപ്രകാരം ക്രിസ്തുവിന്റെ ദൈവത്വം, പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം, ദൈവിക തൃത്വം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ എതിരഭിപ്രായങ്ങൾ വന്നപ്പോൾ കൃത്യമായ ഉപദേശങ്ങളോടുകൂടെ സഭ അതിനെ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിച്ചു. ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരായിട്ട് വന്ന വലിയ വെല്ലുവിളിയാണ് അറിയൂസിന്റെ പക്ഷക്കാർ ഉയർത്തിയത്. നിക്കിയായിലെ സുന്നഹദോസിൽ ക്രിസ്തുവിന്റെ ദൈവത്വം അസന്നിഗ്ധമായി തെളിയിക്കപ്പെടുകയും വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിലും എഫേസോസിലും സുന്നഹദോസുകൾ നടന്നു. എഫേസോസ് സുന്നഹദോസ് ആയപ്പോൾ മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്നുള്ള വിശ്വാസ സത്യം ഉറക്കെ പ്രഖ്യാപിച്ചു. അത് പരിശുദ്ധ മറിയത്തെ പുകഴ്ത്തുവാനല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഉറപ്പിക്കുവാൻ അത് അനിവാര്യമായിരുന്നു. ഇന്നും മറിയം ദൈവമാതാവെന്ന് വിശ്വസിക്കാത്തവർ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നില്ല. ഇന്ന് പല സഭാവിഭാഗങ്ങളും മറിയം ദൈവമാതാവാണെന്ന് അംഗീകരിക്കുന്നില്ല. പരിശുദ്ധ മറിയത്തെ ദൈവമാതാവെന്ന് വിശ്വസിച്ച് അത് വിശ്വാസ സത്യമായിട്ട് ഏറ്റുപറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്ന സുറിയാനി സഭയാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസ സത്യമാണ് മറിയം ദൈവമാതാവാണ് എന്നുള്ളത്. ആ വിശ്വാസ സത്യമാണ് ക്രിസ്തുവിജ്ഞാനീയത്തിൽ, ക്രിസ്റ്റോളജിയിൽ ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. എല്ലാ ദൈവശാസ്ത്രവും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ
എല്ലാം ആരംഭം ആ ഒരു ചോദ്യത്തിൽ നിന്നാണ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ധാരണ എന്താണ്? അവിടെയാണ് ഈ ദൈവശാസ്ത്രം മുഴുവൻ ആരംഭിക്കുന്നത്. ക്രിസ്തു ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യം. ക്രിസ്തു ആരാണ്? പലരും പലതും പറഞ്ഞു. എന്നാൽ ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചു. ദൈവത്വവും മനുഷ്യത്വവും അവനിലുണ്ട്. നോ ചേഞ്ച്, നോ ഡിഫറൻസ്. ഭേദം കൂടാതെ വിശ്വാസ സത്യമായിട്ട് നോ കൺഫ്യൂഷൻ. മിയ ഫൈസിറ്റിസം എന്ന വിശ്വാസ സത്യം. എന്നാൽ നാലാമത്തെ സുന്നഹദോസ്, കൽക്കുദിയോൻ സുന്നഹദോസ് വരുമ്പോൾ അന്ത്യോക്യൻ, അലക്സാൻഡ്രിയൻ വിഭാഗങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ വിശ്വാസ സത്യത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടായി. അലക്സാൻഡ്രിയയിലെ കൂറിലോസ് അഥവാ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, സത്യവിശ്വാസത്തിന്റെ ഉന്നത ഗോപുരമായ പ്രസിദ്ധനായ മോർ കൂറിലോസ് എന്ന് 5-ാം തുബ്തേനിൽ പറയുന്ന ആ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, അദ്ദേഹമാണ് ഈ വിശ്വാസ സത്യത്തെ പ്രഖ്യാപിച്ചത് എഫേസോസ് കൗൺസിൽ. എന്നാൽ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പഠിപ്പിച്ചത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയവർ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ വിഭാഗക്കാർ, ബൈസന്റീൻ സഭയിലെ ചില വിഭാഗങ്ങൾ, അവർ അത് ഡിയോഫൈസിറ്റിസം അഥവാ ക്രിസ്തുവിൽ 2 സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് വാദിച്ചു. ക്രിസ്തുവിൽ 2 സ്വഭാവങ്ങൾ ഉണ്ട് എന്ന്. അതാണ് ഇരുസ്വഭാവവാദം. എന്നാൽ 2-ൽ നിന്ന് 2 മനുഷ്യത്വവും മനുഷ്യപ്രകൃതിയും ദൈവപ്രകൃതിയും യോജിച്ച ഏക സ്വഭാവമാണ് ക്രിസ്തുവിൻ്റെതെന്നുള്ള കൂറിലോസിന്റെ ഉപദേശത്തെ കൃത്യമായി മനസ്സിലാക്കിയ അലക്സാൻഡ്രിയൻ, അന്ത്യോക്യൻ സഭകൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതല്ല കൂറിലോസ് പറഞ്ഞത്. കൂറിലോസിനെ തള്ളുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം ആർക്കും കഴിഞ്ഞില്ല. ഇരുവിഭാഗങ്ങളും ഇന്നും കൂറിലോസിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ കൂറിലോസിന്റെ കത്തുകൾ വ്യാജമായി നിർമ്മിച്ചു. അവര് പറഞ്ഞ ഉപദേശമാണ് കൂറിലോസ് പറഞ്ഞതെന്ന്. പിന്നീട് നമ്മൾ അന്ത്യോക്യയിലെ സേവേറിയോസ് പാത്രിയർക്കീസ് ബാവായുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കൂറിലോസിന്റെ യഥാർത്ഥ കത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് കൂറിലോസ് പഠിപ്പിച്ച സത്യവിശ്വാസം എന്ന് സ്ഥാപിച്ച് തെളിയിക്കുന്നതിൽ സേവേറിയോസ് പിതാവ് വിജയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അലക്സാൻഡ്രിയൻ സഭ ഇന്നും പരിശുദ്ധനായ സേവേറിയോസ് പാത്രിയർക്കീസ് ബാവായുടെ പെരുന്നാൾ ആണ്ടിൽ 2 വട്ടം ആഘോഷിക്കുന്നത്. ഒരു വർഷം 2 പ്രാവശ്യമാണ് സേവേറിയോസ് പിതാവിനെ അവർ അനുസ്മരിക്കുന്നത്. കാരണം അലക്സാൻഡ്രിയയിലെ കൂറിലോസിന്റെ അല്ലെ സിറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ ക്രിസ്റ്റോളജിയെ ഉറപ്പിക്കുവാൻ സേവേറിയോസിനാണ് സാധിച്ചത്. അപ്പോൾ സിറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ ഉപദേശം എന്ന പേരിൽ റോമാ സഭയും കോൺസ്റ്റാന്റിനോപ്പിൾ സഭയും, അല്ലെ, അപ്പൊ അന്ന് 4 സി ആണ് പ്രധാനമായിട്ടുള്ളത്: അന്ത്യോക്യ, അലക്സാൻഡ്രിയ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതിൽ റോമും കോൺസ്റ്റാന്റിനോപ്പിളും ഒരുമിച്ച് നിൽക്കുമ്പം അന്ത്യോക്യയും അലക്സാൻഡ്രിയയും
അവിടെ വെച്ച് വഴി പിരിയുകയാണ്. ഇതാണ് ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ പിളർപ്പ് ഉണ്ടാകുന്ന അവിടെയാണ്. യോജിച്ച സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ ഒന്നിച്ച് ഐക്യമായി നടത്തിയത് 3 സുന്നഹദോസുകളാണ്. 3 സുന്നഹദോസുകൾ. ആ 3 സുന്നഹദോസുകളാണ് നിക്യ, കുസ്തന്തീനോപ്പോലിസ്, എഫേസോസ്. അവിടെ വെച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് എന്ന് ഇന്നറിയപ്പെടുന്ന വിഭാഗം, അഥവാ ചുരുക്കി പറഞ്ഞാൽ അന്ത്യോക്യയും അലക്സാണ്ട്രിയയും അവിടെ വെച്ച് വഴിപിരിഞ്ഞു. പിന്നീട് തുടർന്ന് 4, 5, 6 എന്നിങ്ങനെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പൊതുസുന്നഹദോസുകളെ കോൺസ്റ്റാന്റിനോപ്പിളും റോമും ചേർന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. അഥവാ ഇന്ന് അവർക്ക് പിന്നീട് വന്നതാണെങ്കിൽ ഇന്ന് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് അറിയപ്പെടുന്ന വിഭാഗവും കത്തോലിക് ചർച്ച് എന്നറിയപ്പെടുന്ന വിഭാഗവും ഒരുമിച്ച് ചേർന്ന് പൊതുസുന്നഹദോസുകൾ അവർ തുടർന്ന് നടത്തി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അത് പൊതുസുന്നഹദോസുകളല്ല. കാരണം ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ 3 പൊതുസുന്നഹദോസുകൾ കഴിഞ്ഞപ്പോൾ അന്ത്യോക്യയും അലക്സാണ്ട്രിയയും വേർപിരിഞ്ഞു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേർ വിളിക്കപ്പെട്ടത്. ആദ്യത്തെ സഭയാണ് അന്ത്യോക്യൻ സഭ. അലക്സാണ്ട്രിയൻ സഭ ദൈവശാസ്ത്രത്തിന്റെ കളിത്തൊട്ടിലാണ്. ഈ 2 കൂട്ടരും മാറിക്കഴിഞ്ഞിട്ടും ആ ഒരു ചെറിയ വിഭാഗം നടത്തിയ അല്ലെങ്കിൽ ഒരു വിഭാഗം നടത്തുന്ന സുന്നഹദോസിനെ അവർ പൊതു സുന്നഹദോസ് എന്ന് വിളിച്ചു. അങ്ങനെ 11-ാം നൂറ്റാണ്ടായി. 11-ാം നൂറ്റാണ്ടായപ്പോൾ കത്തോലിക്ക സഭ നിക്യ വിശ്വാസ പ്രമാണത്തിൽ ഒരു ഭേദഗതി വരുത്തി. നിക്യ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പരിശുദ്ധ റൂഹ പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ള വിശ്വാസ സത്യം. അപ്പൊ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നാം ഇന്ന് വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത്. ഇത് കത്തോലിക്ക സഭ പിതാവിൽ നിന്ന് മാത്രമല്ല പുത്രനിൽ നിന്നും കൂടെ റൂഹ പുറപ്പെടുന്നു എന്ന് എഴുതി ചേർത്തു. അത് എഴുതി ചേർത്തത് പുത്രന് പ്രാമുഖ്യം കുറഞ്ഞു, അതായത് സബോർഡിനേഷൻ, ഈ പുത്രൻ പിതാവിനേക്കാൾ കുറഞ്ഞവനാണെന്നുള്ള ഒരു വാദം വന്നപ്പോൾ ആ വാദത്തെ ചെറുക്കുവാൻ, അല്ലല്ല പുത്രനൊട്ടും കുറഞ്ഞവനല്ല, പുത്രനിൽ നിന്നും റൂഹ പുറപ്പെടുന്നു എന്ന് എഴുതി പിടിപ്പിച്ചപ്പോ ബൈസന്റീൻ ഗ്രൂപ്പുകാര് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അങ്ങനെ അവർ തമ്മിൽ വഴി പിരിഞ്ഞു. മറ്റു ചില സംഗതികളും ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഫിലിയോക്കെ എന്നാണ് അറിയപ്പെടുന്ന വിവാദം, അല്ലെങ്കിൽ ഗ്രേറ്റ് സ്കിസം, അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് സ്കിസം. അപ്പൊ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ വേർപിരിയുന്നത് ഈ 11-ാം നൂറ്റാണ്ടിലാണെന്നാണ് പാശ്ചാത്യ ചരിത്രകാരന്മാർ പറയുന്നത്, നിങ്ങൾ ഇന്ന് വായിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വേർപിരിഞ്ഞത് 5-ാം നൂറ്റാണ്ടിലാണ്, 6-ാം നൂറ്റാണ്ടിലാണ്, കൽക്കിയോൻ സുന്നഹദോസിന്റെ കാലത്താണ്. അപ്പൊ 6-ാം നൂറ്റാണ്ടായപ്പോൾ തന്നെ വഴിപിരിയ സംഭവിച്ചു. അപ്പൊ യഥാർത്ഥ പൗരസ്ത്യ ദർശനവും പൗരസ്ത്യ ഉപദേശവും തനിമയുള്ള ദൈവശാസ്ത്രവും പിടിച്ചിരുന്ന വിഭാഗം 6-ാം നൂറ്റാണ്ടിൽ വഴിപിരിഞ്ഞു. മറിച്ച് ഈസ്റ്റ് എന്ന് പറഞ്ഞ് ഈ വെസ്റ്റിനോട് കൂടെ ചേർന്ന് നിന്നവർ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്ഡ് ഈസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പാശ്ചാത്യ സ്വാധീനമുണ്ടായിരുന്ന പൗരസ്ത്യ വിഭാഗക്കാരായിരുന്നു. തനിമയുള്ള വിഭാഗം വേർപിരിഞ്ഞത് ആദ്യം പിരിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ് കാത്തലിക് ഡിഫറൻസസ് എന്ന് ഞാൻ പറയുമ്പോൾ ഈസ്റ്റേൺ ഓർത്തഡോക്സിനെ കുറിച്ചല്ല, ഞാൻ ഓറിയന്റൽ ഓർത്തഡോക്സിനെ കുറിച്ച്, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ വഴിപിരിഞ്ഞവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സുറിയാനി സഭയെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഈ ഒന്നാമത്തെ വ്യത്യാസം, ഓർത്തഡോക്സ് കാത്തോലിക് വ്യത്യാസം പറയുമ്പോൾ 3 പൊതു സുന്നഹദോസുകളെ അംഗീകരിക്കുന്നു. ഈസ്റ്റേൺ ഓർത്തഡോക്സ് നിന്ന് നിങ്ങൾ പറയുന്ന ഇപ്പൊ ഈസ്റ്റേൺ ഓർത്തഡോക്സിലുള്ള റഷ്യൻ ഓർത്തഡോക്സ് സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ്, അമേരിക്കൻ ഓർത്തഡോക്സ് ചർച്ച്. ഇവരെ
7 പൊതു സുന്നോദോസുകളാണ് അംഗീകരിക്കുന്നത്. അതായത് 7 എക്യുമെനിക്കൽ കൗൺസിൽസ് എന്ന് അവർ പറയും. കാരണം കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് അവർ 7 കൗൺസിലാണ് അവർ എണ്ണുന്നത്. നമ്മൾ 3 പൊതു സുന്നോദോസുകളാണ്. സത്യത്തിൽ പൊതു സുന്നോദോസ് 3 ഉള്ളൂ. കാരണം 3 കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം പിരിഞ്ഞെങ്കിൽ പിന്നീടുള്ളവ ഒരിക്കലും പൊതു സുന്നോദോസുകളാകുന്നില്ല, ഭാഗിക സുന്നോദോസുകളാകുന്നുള്ളൂ. എന്നാൽ 7 സുന്നോദോസ് കഴിഞ്ഞ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ, ഈസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോയിട്ടും വീണ്ടും കത്തോലിക്ക സഭ സുന്നോദോസുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. അവയെയും പൊതു സുന്നോദോസുകളെന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ കത്തോലിക്ക സഭ 21 സുന്നോദോസുകൾ നടത്തി. 21ാമത്തെ സുന്നോദോസ് നടത്തി നിൽക്കുകയാണ് കാത്തലിക് ചർച്ച്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ 21 സുന്നോദോസും പൊതു സുന്നോദോസാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നാം പൊതു സുന്നോദോസുകൾ 3 മാത്രമാണ് എന്ന് ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശേഷത. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നു. സുന്നോദോസുകൾ എത്രയുണ്ട്? പൊതു സുന്നോദോസുകൾ. ഓറിയന്റൽ ഓർത്തഡോക്സുകാരോട് ചോദിച്ചാൽ അവർ പറയും 3. എല്ലാരും കൂടെ ചേർന്ന് നടത്തിയത് 3 ഉള്ളൂ: നിക്കിയ, കുസ്തന്തീനോപ്പോലിസ്, എഫേസോസ്. ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരോട് ചോദിച്ചാൽ അവർ പറയും 7 നടത്തി. കത്തോലിക്കരോട് ചോദിച്ചാൽ അവർ പറയും 21. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. അതായത് 3 ഗ്രൂപ്പുകളാണുള്ളത്. ഒന്നാമത്തെ ഗ്രൂപ്പ് 3 പൊതു സുന്നോദോസുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് 7 പൊതു സുന്നോദോസുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ഗ്രൂപ്പ് 21 പൊതു സുന്നോദോസുകളിൽ വിശ്വസിക്കുന്നു. ഇതാണ് പ്രധാന വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം ദൈവശാസ്ത്രപരമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതായത് പിതാവിൽ നിന്ന് മാത്രം റൂഹ പുറപ്പെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, കത്തോലിക്ക വിശ്വാസത്തിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും റൂഹ പുറപ്പെടുന്നു. മൂന്നാമത്തെ വ്യത്യാസം, പുത്രനിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അത് ഏക സ്വഭാവമാണ്. ആ ഏക സ്വഭാവത്തിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട് എന്ന് മറുവിഭാഗം വിശ്വസിക്കുന്നു. അവിടെയാണ് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് അവൾ മാതാവായി തീർന്നു എന്നുള്ള വാദം. ക്രിസ്തു എന്ന മനുഷ്യന്റെ അമ്മയായിരുന്നു മറിയം എന്ന് വാദിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് സത്യവിശ്വാസമാണ്, അവനിൽ നിന്ന് ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിഞ്ഞു പോയില്ല. പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ യേശു കർത്താവ് കിടക്കുമ്പോൾ അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടായിരുന്നു. എലിശബായുടെ അടുത്ത് മറിയം ചൊല്ലുമ്പോൾ എലിശബ പറയുന്നു, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? എന്തൊരു പദവിയാണിത്! അന്ന് കർത്താവ് മറിയത്തിന്റെ ഉദരത്തിലാണ്. പരിശുദ്ധ റൂഹ നിറഞ്ഞവളായി എലിശബ വിളിച്ചു പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിശബ വിളിച്ചു പറയുന്നത് മറിയത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ഈ ശിശു തന്റെ കർത്താവാണെന്നാണ്. ക്രൂശിൽ കിടക്കുമ്പോഴും അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടായിരുന്നു. ഇത് ലോകത്ത് വേറൊരു സഭയും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പറയുവാൻ ധൈര്യപ്പെടുന്നില്ല. അപ്പൊ ഈ ഭാഗത്തേക്ക് ചർച്ച വരുമ്പോൾ ഒന്നുകിൽ അവർ ചർച്ചകൾ വഴിതിരിച്ചു വിടും, അല്ലെങ്കിൽ അവർ അർത്ഥഗർഭമായ മൗനം പാലിക്കും. എന്നാൽ ഈ വിശ്വാസ സത്യത്തിൽ ഉറച്ചു നിന്ന് പ്രഖ്യാപിക്കുവാൻ പ്രാർത്ഥനകളും വിശ്വാസ പ്രഖ്യാപനങ്ങളും ഇതര ഗീതങ്ങളും പുർമിയോൻ സെതറാകളും എല്ലാം എഴുതി പരസ്യമായി ഈ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത് സുറിയാനി സഭ മാത്രമാണ്.
നമുക്ക് വ്യക്തമായ വിശ്വാസമുണ്ട്, അത് ഉറപ്പിച്ചു പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു? അവിടെ ഗോപ്യമായി മൗനം പാലിക്കുകയാണ്. അതാ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ബബ്ബ എന്നങ്ങനെ പറയും. അവരോട് ചോദിച്ചാൽ, മറിയത്തിന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഈ ശിശു ദൈവമായിരുന്നോ? അപ്പോൾ അവർ ഉത്തരം പറയില്ല. അവർ എന്തെങ്കിലും മറ്റുത്തരങ്ങളൊക്കെ പറയും. അവരെ സംബന്ധിച്ച് പെന്തക്കോസ്ത് വിഭാഗക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഈ യേശു കർത്താവ് 3.5 വർഷം ശുശ്രൂഷിച്ച സമയത്ത് അവൻ ദൈവമായിരുന്നു, അവനിൽ ദൈവത്വം വന്നു ചേർന്നു. ഗെത്സമന തോട്ടത്തിൽ വെച്ച് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവനിൽ നിന്ന് ദൈവത്വം പറന്നകന്നു. അപ്പോൾ യോർദാൻ നദിയിൽ സ്നാനമേൽക്കുന്നതിന് മുമ്പും ഗെത്സമന തോട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷവും അവൻ കേവലം മനുഷ്യൻ മാത്രമായിരുന്നു എന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ച് അവനിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് ബാവ ഇതിനെ വിശേഷിപ്പിച്ചു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഈ വാക്ക് മറ്റുള്ളവരും എടുക്കും. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, മനുഷ്യത്വവും ദൈവത്വവും അവനിൽ ഉണ്ടായിരുന്നു. അവരുടെ വിശദീകരണമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഹൈപ്പോസ്റ്റാറ്റിക് അസോസിയേഷൻ എന്നാണ് അവരുടെ ഉപദേശത്തെ പറയാൻ പറ്റത്തുള്ളൂ. ഹൈപ്പോസ്റ്റാറ്റിക് അസോസിയേഷൻ. കാരണം അവനിൽ ദൈവത്വവും മനുഷ്യത്വവും അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ബെഞ്ചിട്ടിരിക്കുകയായിരുന്നു. ഹായ് എന്ന് ദൈവത്വ മനുഷ്യത്വത്തെ കൈകാട്ടി വിളിച്ചു. അതാണ് അവരുടെ. കാരണം രണ്ട് സ്വഭാവങ്ങളാണ്. ദൈവത്വം ഹൈപ്പോസ്റ്റാറ്റിക് അസോസിയേഷൻ എന്ന് വേണം വിളിക്കാം. അപ്പൊ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നുള്ള ഉപദേശ സത്യത്തെ അതിന്റെ അന്തസത്ത ചോരാതെ അതേ ആ അർത്ഥഗരിമയെ ഉൾക്കൊള്ളുന്ന, അതിനെ സാംശീകരിക്കുന്ന ഉപദേശം വിശ്വാസ സത്യമായി നിലനിർത്തുന്നത് നമ്മളാണ്. അതാണ് മറ്റൊരു വ്യത്യാസം, ക്രിസ്റ്റോളജി സംബന്ധിക്കുന്ന വ്യത്യാസം. അപ്പൊ അതുകൊണ്ടാണ് നമ്മെ സംബന്ധിച്ച് യേശുവിന് ഒരു സ്വഭാവമാണുള്ളത്, ഇരു സ്വഭാവമല്ല. ഒരു സ്വഭാവം, ഈ ഇരു സ്വഭാവമാണ്. അപ്പൊ ക്രിസ്തുവിൽ ഒരു ദൈവത്വമുണ്ട്. ക്രിസ്തുവിൽ ഒരു ദൈവത്വമുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുവാനാണ് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ ഒരു തിരുഹൃദയം ഇങ്ങനെ ഒരു പടം വെച്ചിട്ട് വേറൊരു ഹൃദയം ഇങ്ങനെ ചാടി നിൽക്കുന്ന കാണാം ആ പടത്തിനകത്ത്. തിരുഹൃദയം. കാരണം അവനിൽ മനുഷ്യത്വമുണ്ട്, അവനിൽ ദൈവത്വമുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് യേശുവിൻ്റെ ഒരു പടം, മുഖം ഇങ്ങനെ നേരെ പകുതി ദൈവമുഖമായിട്ടും പകുതി മനുഷ്യമുഖമായിട്ടും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നോ ഡിവിഷൻ, നോ കൺഫ്യൂഷൻ, നോ ചേഞ്ച്, നോ ഡിഫറൻസ്. നമ്മളതാ വിശ്വസിക്കുന്നു. ദൈവത്വവും മനുഷ്യത്വവും അവനിൽ യോജിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ യൂണിയൻ, ഇറ്റ്സ് നോട്ട് ആൻ അസോസിയേഷൻ. അപ്പൊ ഇതാണ് ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്നു. ഒരു സ്വഭാവം. അത് നമുക്ക് ഇങ്ങനെ വേറൊരു ഹൃദയം ഇങ്ങനെ ഇരിക്കുന്നില്ല. ഒരു ദൈവിക ഹൃദയം, പിന്നെ ഒരു മാനുഷിക ഭാവം. ഞാൻ വളരെ ഗൗരവമുള്ള ചർച്ചകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഞാൻ ഒരു തമാശ ഓർക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, എൻ്റെ ചെറുപ്പത്തിലാണ്. മണർകാട് പള്ളിയിലെ പെരുന്നാളിന്റെ സമയത്ത് ഒരുപാട് കടകളൊക്കെ വരും. അപ്പം അവിടെ ആ ഗ്രൗണ്ടില് ഫർണിച്ചർ കടകള്, ഈ ഫോട്ടോ പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ, അതൊക്കെ ഉണ്ട്. അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ അവിടെ ആ ഗ്രൗണ്ടിലൊക്കെ പോയിരിക്കും. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ ഫർണിച്ചറൊക്കെ മേടിക്കാൻ പല സ്ഥലത്തു നിന്നും ആളുകൾ അവിടെ വരും. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഫർണിച്ചർ കടകളൊന്നും വ്യാപകമല്ല. അപ്പൊ പലയിടത്തും വരുമ്പോൾ ഈ ഫർണിച്ചർ ലോഡ് ചെയ്യാൻ വേണ്ടി ലോഡിങ് തൊഴിലാളികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ ഫോട്ടോയും ഒക്കെ വിൽക്കുന്ന കടയുടെ ഉടമസ്ഥൻ ഈ തൊട്ടപ്പുറത്ത് ആശുപത്രിയുടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ ചായ കുടിക്കാൻ പോയി. ഇത് തൊട്ടപ്പുറത്താണ്. അപ്പൊ ഈ കടയുടെ ഒരു മതിലേ ഉള്ളൂ, മതിലിന്റെ അപ്പുറത്ത് ക്യാൻറ്റീനാണ്. പക്ഷെ കുറെ നടന്ന് വളഞ്ഞു വേണം പോവാൻ. അപ്പൊ ഇദ്ദേഹം നടന്ന് വളഞ്ഞ് അപ്പുറം ഗേറ്റിൽ കൂടെ ചായ കുടിക്കാൻ പോയി. അപ്പൊ ഇവിടെ നിൽക്കുന്ന ലോഡിങ്ങുകാരൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും വന്ന കട നോക്കിക്കോണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാവരും കൂടി നോക്കുക. ഞാനും അവിടെ നിൽപ്പുണ്ട്.
അപ്പൊ ഇയാൾ അവിടെ പോയി ചായ കുടിച്ചോണ്ടിരുന്നപ്പം ഒരു സ്ത്രീ വന്ന് ഇവിടെ ഒരു ഫോട്ടോയുടെ വില ചോദിച്ചു. ഒരു ഫോട്ടോ. അപ്പൊ ഈ ഫോട്ടോയ്ക്ക് എന്നാ വിലയാണ്? ഇപ്പം യേശുവിന്റെ ഒരു ഫോട്ടോയാണ്. അപ്പം ഈ ഫോട്ടോയ്ക്ക് എന്നാ വിലയാണെന്ന് അറിയത്തില്ല, ലോഡിങ്ങുകാരൻ അറിയത്തില്ല. അപ്പൊ ലോഡിങ്ങുകാരൻ ഈ മതിലിന് മുകളിലൂടെ അപ്പുറത്ത് പാപ്പച്ചൻ ചേട്ടനെ വിളിച്ചു. പാപ്പച്ചൻ ചേട്ടോ, ഇവിടെ ഈ ഫോട്ടോയ്ക്ക് എന്താ വില എന്ന് ചോദിക്കും. അപ്പം യേശുവിന്റെ 2-3 പല ഫോട്ടോ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ പാപ്പച്ചൻ ചേട്ടൻ അപ്പുറത്ത് നിന്ന് ഏത് ഫോട്ടോ ഏടാന്ന് ചോദിച്ചു. ഏത് ഫോട്ടോയുടെ വില അറിയേണ്ടിന്ന്. അപ്പൊ ഈ ലോഡിങ്ങുകാരൻ പറയാണ്, പാപ്പച്ചൻ ചേട്ടാ, ഈ നെഞ്ചത്ത് ഈ മാങ്ങ തൂക്കിയിരിക്കുന്ന ഫോട്ടോയുടെ വിലയാ ചോദിക്കുന്നു. ഞാനങ്ങ് ചിരിച്ചു പോയി. കാരണം ഈ ലോഡിങ് തൊഴിലാളിയെ സംബന്ധിച്ച് ഇത് ഒന്നും അറിയത്തില്ല. ഒരു മാങ്ങ പോലെ ഒരെണ്ണം തൂങ്ങിക്കിടക്കും. അപ്പൊ ഇതുപോലെ ഈ മാങ്ങ വെച്ച മാതാവ്, മാങ്ങ വെച്ച യേശു, അത് നമ്മുടെ ഒരു വിശ്വാസത്തിലുള്ള കാര്യമല്ല എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഈ ക്രിസ്റ്റോളജിയിലുള്ള വ്യത്യാസം, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. പിന്നെയുള്ള ഒരു വ്യത്യാസം, ആദിമ സഭ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ പാരമ്പര്യം ഇന്നും അഭംഗുരം തുടരുന്നു എന്നുള്ളതാണ് ഒരു ഓർത്തഡോക്സി. കാത്തലിക് ചർച്ചുകൾ അത് അത്ര നിഷ്കർഷിക്കുന്നില്ല. എന്നാൽ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ കാലമായപ്പോൾ അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു അതാണ് ശരിയായ രീതി. അദ്ദേഹം സിസ്റ്റൈൻ ചാപ്പലിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതായത് ജനങ്ങളും അദ്ദേഹവും ഒരുമിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അദ്ദേഹം സ്ഥാനം ഒഴിയുന്നതിന് തൊട്ടു മുമ്പ് അങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി സിസ്റ്റൈൻ ചാപ്പലിൽ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു വിശുദ്ധ കുർബാന അദ്ദേഹം അർപ്പിച്ചിരുന്നു. ഇതാണ് സത്യം. നമ്മൾ ചിലപ്പോൾ അപ്രധാനമായിട്ടും ചെറുതായിട്ടുമൊക്കെ കാണുന്ന സംഗതികൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഓർത്തഡോക്സ് സഭകൾ അവയുടെ പള്ളികൾ എപ്പോഴും കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ഇരിക്കുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ആരാധന നടത്തുന്നത്. കാരണം ആദിമ സഭ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ആരാധിച്ചിരുന്നത്. കാരണം യെരുശലേം നഗരത്തിന് കിഴക്കുവശത്തുള്ള ഒലിവ് മലയിലേക്ക് കർത്താവ് വരുമെന്നാണ് ആദിമസഭ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് യെരുശലേം നഗരത്തിൽ ആരാധിക്കുമ്പോൾ അവർ കർത്താവിന്റെ മടങ്ങിവരവ് എപ്പോൾ വേണമെങ്കിലും ഒലിവുമലയിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് അവർ ഒലിവുമലയ്ക്ക് ഒരിക്കലും പുറംതിരിഞ്ഞു നിന്നില്ല. എപ്പോഴും ഒലിവുമലയ്ക്ക് അഭിമുഖമായി നിന്നാണ് അവർ ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് ആദിമ സഭയുടെ ആരാധന കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ്. ഒരുപാട് കാരണങ്ങൾ അതിന് പറയാനുണ്ട്. യഹൂദന്മാരുടെ സമാഗമന കൂടാരം, യഹൂദന്മാരുടെ ദൈവാലയം, ഇതെല്ലാം കിഴക്കോട്ട് തിരിഞ്ഞായിരുന്നു. നിങ്ങൾക്ക് യെഹെസ്കേൽ പ്രവചനം വായിക്കുമ്പോൾ കിഴക്ക് നിന്ന് ഒഴുകി വരുന്ന നദി നമുക്ക് കാണാം. 1000 മുഴം അളക്കുന്നു, അപ്പോൾ നരിയാണിയോളമായ വെള്ളം പിന്നെ മുട്ടോളമാകുന്നു. വീണ്ടും 1000 മുഴം അളക്കുന്നു, മുട്ടോളമായി കഴിഞ്ഞ് വീണ്ടും 1000 മുഴം അളക്കുമ്പോൾ അരയോളമാകുന്നു. പിന്നെയും അളക്കുമ്പോൾ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വിധം വെള്ളത്തിന്റെ ആഴം വർദ്ധിക്കുന്നു. അപ്പൊ ആത്മനദിയുടെ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ അത് കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് അത് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ്. പെന്തക്കോസ്തുകാർ അങ്ങനെ പാട്ടൊക്കെ പാടാറുണ്ടെങ്കിലും അവർക്ക് ഈ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതിന്റെ പ്രസക്തി അറിയില്ല. പാശ്ചാത്യ സഭകൾക്കും അറിയില്ല. എന്നാൽ ആംഗ്ലിക്കൻ സഭ അവരുടെ ലിറ്റർജിയിൽ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഫേസിങ് ഈസ്റ്റ് എന്ന് അവരുടെ ലിറ്റർജിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സഭയുടെ പൗരാണിക പാരമ്പര്യമാണ്. യേശു കർത്താവ് യെരുശലേം ദൈവാലയത്തിന് അഭിമുഖമായി ക്രൂശിക്കപ്പെട്ടപ്പോൾ, അതായത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് കർത്താവിനെ ക്രൂശിച്ചത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അസ്തമയ സൂര്യനെ അഭിമുഖമായിട്ടാണ് കർത്താവിനെ തൂക്കിയിട്ടത്. കർത്താവിന്റെ കുരിശിലേക്ക് നോക്കിയിട്ടാണ് നീക്കോദിമോസും ജോസഫും നിൽക്കുന്നത്. അപ്പോഴാണ് മാലാഖ വൃന്ദം ഇറങ്ങി വന്ന് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. മനുഷ്യരൂപത്തെ നോക്കിയിട്ട് വിളിക്കുകയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കണ്ടോ, ക്രൂശിൽ കിടക്കുമ്പോഴും അവൻ ദൈവമാണെന്നുള്ള സുറിയാനി സഭയുടെ വിശ്വാസം, അത് സത്യവിശ്വാസം. മറിയത്തിന്റെ ഉദരം മുതൽ ഗോകുൽദായുടെ ഉന്നതത്തിൽ കുരിശിൽ തൂങ്ങുന്നത് വരെ അവൻ ദൈവത്വവും മനുഷ്യത്വവും അവനിൽ സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു. ബലഹീനമായ ശരീരത്തെ നോക്കി മലാഖമാർ പാടി, ബലവാനേ നീ പരിശുദ്ധനാകുന്നു.
സ്വന്തം തോളിലേക്ക് ശിരസ് ചായ്ച്ചു പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിടുന്ന സമയത്ത് മാലാഖ വൃന്ദം പാടുകയാണ്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇത് കണ്ട് താഴെ നിന്ന് നീക്കോദിമോസും ജോസഫും പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഏൻഷ്യന്റ് ക്രിസ്ത്യൻ പ്രയറാണ്. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഇത് യോസഫും നിക്കോദിമോസും പറഞ്ഞത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ്. കാരണം ക്രിസ്തു തൂക്കപ്പെട്ടത് പടിഞ്ഞാട്ടാണ്, ഇവര് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ്. അതുകൊണ്ട് സഭ ആദ്യം മുതൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. പറമ്പ് കിട്ടുന്നതിന്റെ സൗകര്യത്തിന് പള്ളി പണിയുന്ന പതിവല്ല ഓർത്തഡോക്സി. അത് കിഴക്ക് പടിഞ്ഞാറായിട്ട്. കാരണം നീതിസൂര്യനായ ക്രിസ്തുവാണ്, അവന്റെ ഉദയം കിഴക്കു നിന്നാണ്. യേശു കർത്താവ് പറഞ്ഞ അവന്റെ മടങ്ങി വരവ് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോട്ട് വിളങ്ങുന്നത് പോലെ കിഴക്ക് പടിഞ്ഞാറായിട്ട് വരും. അതുകൊണ്ട് ആദിമസഭ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിച്ചു. ഇന്നും ഓർത്തഡോക്സ് സഭ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. അതാണ് ഓർത്തഡോക്സി. അടുത്തൊരു വ്യത്യാസം, ഇത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് മിക്കവാറും സഭക്കാരൊക്കെ പറയും. പക്ഷെ അടുത്തത് പറയത്തില്ല. അടുത്ത എന്നാന്നറിയോ? ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ പറയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് വ്യത്യാസമാണ്. ഓർത്തഡോക്സിയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കേണ്ടതാണ്. ഏറ്റവും വലിയ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. കാരണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഓക്കെ, അപ്പം ദൈവം ബലവാനാണെന്നും ദൈവം പരിശുദ്ധനാണെന്നും ആ ദൈവം ബലവാനാണെന്നും ആ ദൈവം മരണമില്ലാത്തവനാണെന്നുമാണ് ആ പ്രാർത്ഥന. പക്ഷെ ആ ദൈവമാണ് കുരിശിൽ തൂങ്ങിയതെന്ന് പറയത്തില്ല. അത് പറയുന്ന ഈ ഭൂമിയിലുള്ള ഏക സഭ നമ്മുടെ സഭയാ. മനസ്സിലായോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓർത്തഡോക്സ് ഇങ്ങനെ എന്ന് വെച്ചു, തൻ്റെ ഇടം വേണം ഇത് പറയാൻ. വിശ്വാസം, ഇവിടെയാണ് വിശ്വാസത്തിലെ ഒളിച്ചുകളി. ഇപ്പൊ ഈ കത്തോലിക്ക സഭയുടെ കുർബാനയിൽ നമുക്ക് കാണാം, ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വളരെ നല്ല, വളരെ നല്ല, വളരെ നല്ല. പക്ഷെ ആരാണ് ഈ ദൈവം? ഒറ്റ രാത്രിയിൽ 5 കോടതിയിൽ വിസ്തരിക്കപ്പെട്ട് പൂർണ്ണരത്നായി അടിച്ചുടക്കപ്പെട്ട് ശരീരം മുഴുവൻ ക്ഷതങ്ങളും മുറിവുകളുമായി കണ്ടാൽ മനുഷ്യരൂപമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അപമാനത്തിന്റെ സ്തംഭം പോലെ കുരിശിൽ തൂക്കപ്പെട്ടിരിക്കുന്ന ഈ യേശു കർത്താവിനെ നോക്കിക്കൊണ്ട്, ആ ബലഹീനമായ ശരീരത്തെ നോക്കിക്കൊണ്ട് മാലാഖമാർ പാടി ബലവാനേ നീ പരിശുദ്ധൻ. ആ മനുഷ്യരൂപത്തെ നോക്കി മാലാഖ പാടി ദൈവമേ നീ പരിശുദ്ധൻ. ആ മരിക്കുന്നവനെ നോക്കി പാടി മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ. താഴെ നിന്ന് നമ്മുടെ പിതാക്കന്മാർ നിക്കോദിമോസും ജോസഫും ഒരുമിച്ച് നെഞ്ചുപൊട്ടി പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ രണ്ടാം ഭാഗത്തെ അടർത്തി മാറ്റിയൊരു വിഭാഗമുണ്ട്, അടർത്തി മാറ്റാതെ ചേർത്ത് പാടിയൊരു വിഭാഗമുണ്ട്. വിശ്വാസ സത്യമാണ്, ഈ കുരിശിൽ മരിച്ചവൻ ഞങ്ങളുടെ ദൈവമാണ്. ഇത് വ്യത്യാസമാണ്. മറ്റേ അൺസർട്ടൺ ആണ്, എവിടെയാണെന്ന് അറിയത്തില്ല, ആണോ അല്ലയോ എന്നും അറിയത്തില്ല. പിന്നെയുള്ള ഒരു വ്യത്യാസം, കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയുമായിട്ട് നോക്കുമ്പം കത്തോലിക്ക സഭയിൽ നോമ്പില്ല. നിങ്ങൾ എന്നോട് ചൂടാമല്ലോ, നോമ്പില്ല. 2ാം ലോക മഹായുദ്ധം മുതൽ നോമ്പില്ലാതെ ആയിത്തീർന്നു. അതിനു മുമ്പുണ്ടായിരുന്നു. ലോകത്തുള്ള സഭകളിലെല്ലാം ഉപദേശങ്ങളിലും പ്രാക്ടീസുകളിലും വ്യത്യാസം വന്നു, വെള്ളം ചേർക്കപ്പെട്ടു. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഞാൻ ഈ കാരണങ്ങളെ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ
പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അടിസ്ഥാന ദൈവശാസ്ത്രത്തിലുള്ള വ്യത്യാസം ഇതാണ് ഇതിനെല്ലാം കാരണമായി തീർന്നത്. അടിസ്ഥാനപരമായിട്ട് വ്യത്യാസം വന്നു. ദൈവത്തെ ദൈവമായിട്ട് അറിഞ്ഞ് മഹത്വീകരിക്കുക എന്ന് റോമാക്കാർക്ക് എഴുതുമ്പോൾ പരിശുദ്ധനായ പൗലോസ് ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തെയും ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത്, അപ്പൊ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹയെയും അറിയുന്നത് എന്ന് പറഞ്ഞാൽ തൃത്വോപദേശത്തിൽ അടിയുറയ്ക്കുന്നതാണ് ഇതിന്റെ എല്ലാം ആധാരം. അപ്പൊ തൃത്വോപദേശത്തിൽ ഇടറിപ്പോകുന്നവർ, അതിൽ തകരാറ് സംഭവിക്കുന്നവർ ഇവൻച്വലി അവരിൽ ഉപ്പ് കറയില്ലാത്ത ഒരു അനുഭവമായി തീരും എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ബോധ്യം. ഇതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. പിന്നെയുള്ള ഒരു വ്യത്യാസം, വിശുദ്ധ കുർബാനയിൽ പുളിപ്പുള്ള അപ്പമാണ് ഓർത്തഡോക്സ് സഭ ഉപയോഗിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ, കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവസാനത്തെ അത്താഴ നാളിൽ അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി വിഭജിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകി. അത് കൊടുത്തത് ലഹോമയാണ്, പത്തീറയല്ല. പുളിപ്പുള്ള അപ്പമാണ് വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് കർത്താവ് ഈശോ മിശിഹ ഉപയോഗിച്ചത്. അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം ആണ് നമ്മുടെ സഭ ഉപയോഗിക്കുന്നത്. എന്നാൽ ആ നേരിട്ടുള്ള ആ പാരമ്പര്യമില്ലാത്ത പാശ്ചാത്യര് പുളിപ്പില്ലാത്ത അപ്പമാണ് ഉപയോഗിച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പില്ലാത്ത വടകൾ, ഇതൊക്കെ പഴയ നിയമ യാഗത്തിൽ നിങ്ങൾക്ക് കാണാം. പുളിപ്പില്ലാത്ത അപ്പത്തിന് വലിയ പ്രാധാന്യമാണ്. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടുവെക്കുക. എന്നാൽ ഒരു യാഗത്തിൽ പെന്തക്കോസ്ത് പെരുന്നാളിന് പുളിപ്പുള്ള 2 അപ്പം ചുട്ടുവെക്കണം എന്ന് നമുക്ക് കാണാം. അപ്പൊ പെന്തക്കോസ്ത് പെരുന്നാളിന് പുളിപ്പുള്ള 2 അപ്പമാണ് അവിടെ ചുട്ടുവെക്കുന്നത്. ഇത് യഹൂദനെയും ജാതികളെയും കാണിക്കുന്നതാണ്. പുളിപ്പുള്ള 2 അപ്പം. എന്നാൽ പുളിപ്പുള്ള അപ്പം മനുഷ്യനെയും പുളിപ്പില്ലാത്ത അപ്പം ദൈവത്തെയുമാണ് കാണിക്കുന്നത്. കാരണം മനുഷ്യനിൽ പാപമുണ്ട്, മനുഷ്യൻ പാപിയാണ്. പുളിപ്പ് പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പുളിപ്പിച്ച അപ്പത്തെ ചുടുമ്പോൾ ആ പാപത്തിന് മരിക്കുകയാണ്. പുളിപ്പുള്ള അപ്പം ചുട്ടു കഴിയുമ്പോൾ പിന്നെ ഫർദർ ആയിട്ട് അത് പുളിക്കുന്നില്ല, പിന്നെ ഈസ്റ്റ് പ്രവർത്തിക്കുന്നില്ല. ആണ് പുളിപ്പിച്ച അപ്പത്തെ ചുടുന്നത്. ഇത് സിംബോളിക്കാണ്. പെന്തക്കോസ്ത് പെരുന്നാളിന്റെ 2 അപ്പം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സഭയുടെ വിശുദ്ധ കുർബാന ഒരു ബോരപ്പമായി മാറി. ഒറ്റ അപ്പം വെച്ചാണ് കുർബാന. അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്, അപ്പം ഒന്നാകൊണ്ട് പലരായ നിങ്ങൾ ഒരു ശരീരമാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് ജാതികൾ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തിന്റെ അവകാശികളായി തീരുമെന്നുള്ളത് യുഗങ്ങളായി മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ്. അത് തനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതി വെച്ചു. അപ്പൊ ഹിഡൻ മിസ്റ്ററിയാണ്. ഇറ്റ് വാസ് ഹിഡൻ ത്രൂ ഏജസ്. യുഗങ്ങളായിട്ട് മറഞ്ഞിരുന്ന ആ മർമ്മത്തെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അപ്പം ഒന്നാണ്. പെന്തക്കോസ്തിയിൽ ഇരുന്ന 2 അപ്പം പരിശുദ്ധ റൂഹ പെന്തക്കോസ്തിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ മിസ്റ്ററി എന്ത് ചെയ്യാണ്? റിവീൽ ചെയ്യാണ്. ആ മിസ്റ്ററി റിവീൽ ചെയ്യുന്ന എന്താണ്? ദൈവത്തിന് തിരുഹിതം തോന്നി. എന്താണത്? ജാതികളെ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തിന് കൂട്ടവകാശികളാണ്, പങ്കാളികളാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ 2 അല്ല, വേർപാടിന്റെ നടിച്ചുവർ അവിടെ ഇടിച്ചു കളഞ്ഞു. അപ്പം ഒന്നായി തീർന്നു. അതുകൊണ്ട് അപ്പം ഒന്നാകൊണ്ട് പലരായ നമ്മൾ ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് യഥാർത്ഥ കുർബാനയിൽ അപ്പം ഒന്നാണ്. ഒരപ്പം, ഒരപ്പമാണ്. അത് പുളിപ്പുള്ള അപ്പമാണ്. പുളിപ്പുള്ള അപ്പം. ഈ പുളിപ്പുള്ള അപ്പവും പുളിപ്പില്ലാത്ത അപ്പവും വെക്കുന്നതിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിൽ പുളിപ്പുള്ള അപ്പമായിരുന്നു. കാരണം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാൻ, കാരണം പെസഹയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പെസഹയ്ക്ക് മുമ്പ് ചെറു പെസഹയുണ്ട്. കർത്താവ് ഈശോ മിശിഹ തന്റെ ശിഷ്യന്മാരുമായി ആഘോഷിച്ച് ചെറു പെസഹയാണ്
യഥാർത്ഥ പെസഹ കർത്താവ് കുരിശിൽ മരിക്കുമ്പോഴാണ് യെരുശലേം ദൈവാലയത്തിൽ പെസഹ നടക്കുന്നത്. പെസഹ കുഞ്ഞാടിനെ ദൈവാലയത്തിൽ അറുക്കുന്ന അതേ സായാഹ്നത്തിലാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ. ഇപ്പൊ പെസഹയ്ക്ക് തലേ ദിവസം ഉള്ള പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചു തീർക്കുന്ന ചെറു പെസഹയുടെ സമയത്താണ് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഇത് യഥാർത്ഥ പാരമ്പര്യമുള്ളവർക്കാണ് അറിയാൻ പറ്റുന്നത്. കേട്ടറിവുള്ളവരുണ്ട്, കണ്ടറിവുള്ളവരുണ്ട്, നേരിട്ട്. അപ്പൊ നേരിട്ടുള്ള അറിവിൽ നിന്നാണ് ഓർത്തഡോക്സ് പ്രാക്ടീസ് ഉണ്ടായിട്ടുള്ളത്. മറ്റേത് കേട്ടറിവിൽ നിന്നാണ്. ഇത് ഈ പെന്റക്കോസ്തുകാർ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന കുഴപ്പം. കാരണം അവരെ സംബന്ധിച്ച് ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല, കോണ്ടെക്സ്റ്റ് അറിയത്തില്ല, നേരിട്ടുള്ള ട്രേഡിഷൻ ഒന്നുമില്ല. മറിച്ച് ഇത് വായിച്ചുള്ള അറിവിൽ നിന്ന് അവർ ചില കാര്യങ്ങൾ ഊഹിച്ചും സങ്കല്പിച്ചും അനുമാനിച്ചും നിഗമനത്തിലെത്തിയിട്ട് അവർ ഉണ്ടാക്കുന്ന ഉപദേശങ്ങളും പ്രാക്ടീസുകളും ഡോക്ട്രിൻ ഒക്കെ അങ്ങനെ വരുന്നത്. ഇത് ട്രേഡിഷനാണ്, ഹോളി ട്രേഡിഷൻ, പരിശുദ്ധ പാരമ്പര്യങ്ങൾ. ഇത് നോട്ട് ട്രേഡിഷൻസ്. നിങ്ങൾ എപ്പോഴും ട്രേഡിഷൻ എന്ന് പറയുമ്പോൾ ഹോളി ട്രേഡിഷൻ എന്ന് വേണം പറയാൻ. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഓരോ ഓർത്തഡോക്സുകാരും ഞാനും ചിലപ്പോൾ അറിയാതെ ട്രേഡിഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പറയേണ്ടത്, ഞാനും ഇനി അങ്ങനെ പറയാൻ ശ്രമിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്, ഹോളി ട്രഡീഷൻസ് എന്ന് വേണം നമ്മൾ പറയാൻ. വിശുദ്ധ പാരമ്പര്യങ്ങൾ. അപ്പം ദ ഹോളി ട്രഡീഷൻസ് ഓഫ് അവർ ചർച്ച്, അതാണ് വിശുദ്ധ പാരമ്പര്യങ്ങളിൽ നമ്മൾ പുളിപ്പുള്ള അപ്പമാണ്. പിന്നെ ഏറ്റവും അതിന് ഫിലോസഫിക്കലായിട്ടുള്ള ഒരു മാനമുണ്ട്. അതിന്റെ തത്വചിന്താപരമായിട്ടുള്ള ഒരു മാനം നോക്കിയാൽ ഈ പുളിപ്പില്ലാത്ത അപ്പം ധൃതിയുള്ളവരാണ് ചുടുന്നത്. ധൃതി എന്ന് പറഞ്ഞാൽ ചടുതിയിൽ ചെയ്യുന്നു, തിരക്കിട്ട്, ഒട്ടും സമയമില്ല. പെട്ടെന്ന് കുറച്ച് അതിഥികൾ വന്നു, ദോശ ഇടാൻ പറ്റുമോ? ഇന്നിപ്പോ ഇൻസ്റ്റന്റ് ദോശ മിക്സ് ഒക്കെ ഉണ്ട്, അതല്ല നോർമലി. അപ്പൊ ഈ പെട്ടെന്ന് കുറെ അതിഥികൾ വരുമ്പോൾ പഴയ കാലത്ത് അപ്പം പുളിപ്പിച്ച് ചുടാൻ പറ്റത്തില്ല. അപ്പം പുളിപ്പിക്കണേ തലേ ദിവസം പുളിപ്പിക്കാൻ വെക്കണം, പുളിച്ചു കഴിഞ്ഞിട്ടാണ് ചുടുന്നത്. പെട്ടെന്ന് കുറച്ച് തിരക്കിട്ട് ചുടണം, പെട്ടെന്ന് പോകണം എന്തെങ്കിലും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പുളിപ്പില്ലാത്ത അപ്പമായി ചുടാൻ പറ്റും. പെസഹ എങ്ങനെയായിരുന്നു? പെസഹ ചടുതിയിൽ പുറപ്പെടുകയാണ്. അതുകൊണ്ട് കാലുറ ധരിച്ചും കയ്യിൽ വടി പിടിച്ചും കയ്പ് ചീരയോടുകൂടെ ധൃതിയിൽ തിന്നണം. പെസഹ തിന്നുന്നത് എങ്ങനെയാണ്? പെസഹ സ്പീഡ് തിന്നണം, അങ്ങനെയാണ് പെസഹയുടെ നിർദ്ദേശം. കാരണം സംഹാരദൂതം വരുന്നു, ആ രാത്രി തന്നെ അവിടുന്ന് കിളമ്പണം, അവിടുന്ന് പുറപ്പെട്ടു പോകണം പെട്ടെന്ന്. ഒരു ധൃതിയെ സൂചിപ്പിക്കുക, ഒരു തിടുക്കത്തെ സൂചിപ്പിക്കുകയാണ്, സമയക്കുറവിനെ സൂചിപ്പിക്കുകയാണ്, ഒരു വെപ്രാളം, ഒരു പരവേശം. ഇതാണ് പെസഹ, പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. റോയൽ ഫുഡ് പുളിപ്പുള്ള അപ്പമാണ്. കാരണം നമുക്കൊന്നിനെ ഭയപ്പെടാൻ. ഇപ്പൊ ഉദാഹരണത്തിന് കാട്ടിലെ മാൻ പുല്ല് തിന്നാൻ ഇറങ്ങിയാൽ, മാൻ പുല്ല് തിന്നുന്നത് എങ്ങനെയാ? മാൻ പുല്ല് തിന്നുന്നത് പെട്ടെന്ന് കാണുന്നതെല്ലാം കടിച്ചു പറിച്ച് പെട്ടെന്ന് തിന്നിട്ട് ഓടും. കാരണം വല്ല പുള്ളിപ്പുലിയോ ചെന്നായോ ഹയനായോ സിംഹമോ വല്ലത്തിന്റെ കണ്ണിപ്പെട്ടാ പിന്നെ കാര്യം തീർന്നു. അതുകൊണ്ട് ഈ സസ്യബുക്കുകളായിരിക്കുന്ന ഈ ജീവികൾക്ക് അയവിറക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് പശുക്കളൊക്കെ അയവിറക്കം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് പുല്ല് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ വയറ്റിൽ നിന്നുള്ള പുല്ല് വീണ്ടും കൊണ്ടുവന്നിട്ട് വീണ്ടും ചവച്ച് പിന്നെ തിന്നുന്ന സമയത്ത് തിടുക്കമാണ്. പക്ഷെ സിംഹം ഇര പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സിംഹത്തിന് ഇങ്ങനെ ആരെ പേടിയൊന്നുമില്ല. അപ്പൊ സിംഹം വളരെ കൂളായിട്ട് നിന്ന് ടൈം എടുത്താണ് കഴിക്കുന്നത്. രാജകീയ ഭോജനം എന്നാ പറയുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന. പുളിപ്പുള്ള അപ്പം ചുടുമ്പോൾ അത് റോയൽ ഫീസ്റ്റായി. പുളിപ്പില്ലാത്ത അപ്പം അടിമകളുടെ ഭക്ഷണമാണ്. അപ്പൊ അടിമകൾ പെട്ടെന്ന് തിന്നേച്ച് ഓടണം. ഇനി ആരെങ്കിലും കണ്ട പണ്ട കാലത്ത് വേലക്കാരൊക്കെ ഉണ്ട്, കഞ്ഞി കുടിച്ചു പെട്ടെന്ന് വാദം വെച്ച് ഓടി. യജമാനന്മാരില്ല. നമ്മൾ രാജകീയ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുക. പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ നമുക്ക് പുളിപ്പുള്ള അപ്പം അത് രാജകീയമാണ്, റോയലാണ്. അതുകൊണ്ടാണ് നമ്മൾ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓൾറെഡി പ്രിപ്പറേഷൻ ഉണ്ട്, നമുക്ക് നേരത്തെ മുന്നറിവുണ്ട്, നമുക്ക് സമയം തന്നിരിക്കുന്നു. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ സെക്യൂരിറ്റിയിലാണ്, നമുക്ക് സംരക്ഷണമുണ്ട്. അല്ലെ? പരിശുദ്ധ തൃത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സംരക്ഷകനാം തൃത്വരഹസ്യം പാവന സഭ ചൊന്നിടുന്നേവം. അപ്പം മതില് തീയായി തൃത്വം നമ്മെ ചുറ്റി നിൽക്കുമ്പോൾ നമുക്ക് തിടുക്കമില്ല. സഭ പെരുന്നാൾ ആഘോഷിക്കുന്നു.
പുളിപ്പ് കൊണ്ട്. അപ്പം കൊരിന്ത്യ ലേഖനത്തിലുണ്ട് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിപ്പീൻ. ഇത് നമ്മുടെ എല്ലാ ബൈബിളിലും നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ സുറിയാനി സഭയുടെ പശീത്വ ബൈബിളിൽ, അതായത് ഏറ്റവും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകളിൽ ദ മോസ്റ്റ് ഏൻഷ്യന്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി മാനുസ്ക്രിപ്റ്റ് ഈസ് പശീത്വ ബൈബിളാണ്. സുറിയാനി സഭയുടെ പശീത്വ ബൈബിളാണ്. അത് പണ്ഡിത ലോകം ഒന്നിച്ച് അംഗീകരിക്കുന്നതാണ്. ആ പശീത്വ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പുളിപ്പ് കൊണ്ട് ഉത്സവം ആചരിപ്പീൻ എന്നാണ്. പുതിയ പുളിപ്പ് കൊണ്ട്, പുളിപ്പില്ലായ്മ കൊണ്ടല്ല, പുളിപ്പ് കൊണ്ട് ഉത്സവം ആചരിപ്പീൻ. അപ്പൊ ഈ പുതിയ പുളിപ്പാണ്, പഴയ പുളിപ്പല്ല. പഴയ പുളിപ്പിനെ നീക്കിയിട്ട് സ്വച്ഛതയുടെ, നിർമ്മലതയുടെ പുളിപ്പ്, അത് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുളിപ്പാണ്. ആ പുളിപ്പ് എന്തിനെയാണ് കാണിക്കുന്നത്? നാം ബലഹീനരും പാപികളും അയോഗ്യരുമാണ്, പക്ഷേ ക്രിസ്തു നിമിത്തം നമ്മൾ യോഗ്യരായിരിക്കുന്നു. നമ്മൾ ഒരിക്കലും എന്തില്ല, പുളിപ്പില്ലാത്ത അപ്പം എടുത്തു വെക്കുവാൻ നമ്മൾ അയോഗ്യരാണ്, അപ്രാപ്തരാണ്. അതുകൊണ്ടാണ് പുളിപ്പിച്ച് ചുടുന്നത്. ആ അപ്പം നമ്മെ സൂചിപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ ശരീരം, തന്റെ ശരീരമാകുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പുളിപ്പുള്ള അപ്പം വെച്ച് കഴിക്കുന്നത്. പിന്നെയുള്ളത് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും പിന്നെയുള്ള ഒരു വ്യത്യാസം ഭരണക്രമത്തിൽ ഉള്ള ഒരു വ്യത്യാസമാണ്. ഈ മാർപ്പാപ്പായുടെ അപ്രമാദിത്വം കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു. പക്ഷേ ഓർത്തഡോക്സിയിൽ പാത്രിയാർക്കീസിന് അങ്ങനെ ഒരു അപ്രമാദിത്വം ഇല്ല. ചർച്ച് കൗൺസിലാണ് സഭയെ നയിക്കുന്നത്. ഒരു സ്തൂപികാഗ്ര നേതൃത്വ സംവിധാനം അല്ല ഉള്ളത്. ഒരു വ്യക്തി ഇങ്ങനെ പരമാധികാരിയായിട്ട് അങ്ങനെ ഇരിക്കുന്നില്ല. ബിഷപ്പ് കൗൺസിൽ, നമ്മൾ ദൈവത്തിൽ നോക്കണം, ദൈവിക തൃത്വത്തെ കാണാൻ പറ്റും, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും. അതുപോലെ ഈ ബിഷപ്പ് കൗൺസിലാണ് സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്. അപ്രമാദിത്വം എന്ന വിശ്വാസം കത്തോലിക്ക സഭയിൽ ഉണ്ടാകുന്ന 1870-ലാണ്. 1870. അതുപോലെ തന്നെയാണ് അമലോത്ഭവ വിശ്വാസം. പരിശുദ്ധ കന്യകാമറിയം അവരുടെ വിശ്വാസപ്രകാരം ദൈവമാതാവല്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇനി കിടന്ന് ഇടറിയിട്ട് കാര്യമില്ല, അതാണ് സത്യം. കാരണം ക്രിസ്തുവിൽ 2 സ്വഭാവമുണ്ടെന്നും മനുഷ്യ സ്വഭാവത്തിന്റെ മാത്രം മാതാവാണ് മറിയമെന്നും പറഞ്ഞു കഴിയുമ്പോൾ മറിയം ദൈവമാതാവല്ല. ഹോളി തിയോട്ടോക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഉപദേശത്തിലാണ്. ഹോളി തിയോട്ടോക്കോസ്, കാരണം അവളുടെ ഉദരത്തിൽ കിടന്നപ്പോഴും അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടായിരുന്നു. അത് ഏക സ്വഭാവമായിരുന്നു. ആ ഏക സ്വഭാവത്തിൽ മനുഷ്യപ്രകൃതിയും ദൈവപ്രകൃതിയും ഉണ്ടായിരുന്നു. ആ ഏക സ്വഭാവമുള്ള ശിശുവിനെയാണ് പരിശുദ്ധ അമ്മ പ്രസവിച്ചത്. ആ ശിശുവിനെയാണ് പരിശുദ്ധ അമ്മ കൈകളിൽ താലോലിച്ചത്. ആ ശിശുവിനെയാണ് പരിശുദ്ധ അമ്മ മുലപ്പാൽ നൽകിയത്. പക്ഷെ അവരുടെ വിശ്വാസത്തിൽ എന്താ ചെയ്യുന്നേ? ഈ മറിയം എന്ന ആ ഫിഗറിനെ എന്ത് ചെയ്യാണ്? കുറെ കൂടെ മഹത്വീകരിക്കണമെന്ന് തോന്നിയിട്ട് കുറച്ചില്ലാ കഥകൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ പിന്നെ അവരിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഒരു കാര്യം ചെയ്യാം, മറിയം ജനിച്ചപ്പോ തന്നെ പാപമില്ലാതെ ജനിച്ചു. അതിന് അമലോത്ഭവ വിശ്വാസം ഉണ്ടാക്കി. മറിയം പാപമില്ലാതെയാണ് ജനിച്ചത്. പിന്നെ മറിയത്തിൽ നിന്ന് യേശു പാപമില്ലാതെ ജനിച്ചു. അങ്ങനെ പാപമില്ലാതെ ജനിച്ചു യേശുവിൽ ദൈവത്വം വന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാക്കി. അതെല്ലാം പിന്നീട് ഉണ്ടായി വന്ന വിശ്വാസ ധാരണകളാണ്. അപ്പൊ ഇതൊന്നും നമുക്കുള്ള വിശ്വാസങ്ങളല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഓർത്തഡോക്സിയിൽ രൂപങ്ങളില്ല. ഒരു ഓർത്തഡോക്സി രൂപങ്ങൾ ഇല്ല, ചിത്രങ്ങളില്ല. പക്ഷെ ഇന്ന് കാത്തോലിക് ഇൻഫിൽട്രേഷൻ അല്ലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കത്തോലിക്ക സ്വാധീനത്തിൽ കത്തോലിക്ക സഭയുടെ പല ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രാക്ടീസുകളും ഓർത്തഡോക്സ് വിശ്വാസികളുടെ ഇടയിലും ഈവൻ പള്ളികളിൽ പോലും കടന്നുകൂടിയിട്ടുണ്ട്.
ഇന്നത്തെ ഇത് രീതിയല്ല, ഞാൻ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമാണ് പറയും. ഇന്നിപ്പം ഓർത്തഡോക്സുകാരുടെ വീട്ടുകളിലും ചിത്രങ്ങളുണ്ട്, ചിലരുടെ വീട്ടിൽ രൂപങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് പള്ളി, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ആരാധനയിൽ അല്ലെങ്കിൽ സുറിയാനി സഭയുടെ പള്ളികളിൽ മരക്കുരിശ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഒറിജിനൽ ഓതന്റിക് ഫോം ഓഫ് സിറിയ ക്രിസ്ത്യാനിറ്റിയിൽ മരക്കുരിശ് മാത്രമാണ്, മറ്റൊരു അലങ്കാരവുമില്ല, മറ്റൊന്നുമില്ല, കുരിശ് മാത്രമേ ഉള്ളൂ. അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിലാണ് ഐക്കണുകളുള്ളത്, സുറിയാനി സഭയുടെ നല്ല ഐക്കണുകൾ. പക്ഷെ ഐക്കണുകൾ ഒരിക്കലും ചിത്രങ്ങളല്ല. ചിത്രങ്ങളും ഐക്കണുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കിംഗ് പിക്ചേഴ്സ് ആണ്. അതായത് ഒരു ചരിത്രമോ ഒരു സംഭവമോ ഒരു ജീവചരിത്രമോ ഒക്കെയാണ് ഈ ഐക്കണിൽ കാണിക്കുന്നത്. ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗത്തിന് തുല്യമാണ്. ഒരു പ്രസംഗത്തെ ഒരു ചിത്രരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഐക്കൺ. അപ്പൊ ഓർത്തഡോക്സിൽ ഐക്കണുകളുണ്ട്. നമ്മോടൊന്നിച്ച് നിൽക്കുന്നതാണ് കോപ്റ്റിക് ഓർത്തഡോക്സ്. നമ്മൾ ഒരു ഗ്രൂപ്പാണ് ഓറിയന്റൽ. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ നമ്മളും ധാരാളമായിട്ട് ഐക്കണുകൾ ഉപയോഗിക്കുന്നത്. അതും സിറിയക്ക് പാരമ്പര്യമല്ല, അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിലാണ് ഐക്കണുകൾ ഉള്ളത്. ഇതാണ് ഒരു വ്യത്യാസം. രൂപങ്ങൾ, ചിത്രങ്ങൾ എന്നിവയില്ല. അപ്പൊ ഞാനിത് പറയുന്നതുകൊണ്ട് രൂപം വെക്കുന്നതും ചിത്രം വെക്കുന്നതും എല്ലാം ഭയങ്കര കുഴപ്പമാണ്. ഇനിയിപ്പോ ഇത് എടുത്തോണ്ട് അവരുടെ ഒരു ചിത്രമോ ഒരു രൂപമോ വെക്കുന്നതിന് കുഴപ്പമല്ല, എനിക്കതിനകത്ത് എതിരില്ല, അത് നല്ല കാര്യങ്ങളാണ്. ഞാനിത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അല്ലാതെ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അങ്ങനെ രൂപം വെക്കുന്നതിന്റെ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. വ്യത്യാസം എന്താണ് എന്ന് പറയുവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. കന്യക മറിയത്തെ ഇങ്ങനെ അങ്ങോട്ട് മറ്റൊരു രീതിയിൽ പുകഴ്ത്താണ്. അതായത് സുറിയാനി സഭ ഒരിക്കലും നമ്മുടെ ദൈവശാസ്ത്രത്തിലാകട്ടെ ലിറ്റർജിയിലാകട്ടെ ഇൻഡിവിജ്വൽ ആയിട്ട് മറിയത്തെ എന്ത് ചെയ്യുന്നില്ല. ആ മറിയം എന്ന വ്യക്തിയെ ഒരിക്കലും പുകഴ്ത്തുന്നോ വാഴ്ത്തുന്നോ അങ്ങനെയല്ല. മശിഹായുടെ മാതാവ് എന്ന നിലയ്ക്കാണ് സഭ അമ്മയെ കാണുന്നത്, അഭിസംബോധന ചെയ്യുന്നത്, ആദരവുകൾ അർപ്പിക്കുന്നതെല്ലാം, ധൂപം പ്രാർത്ഥിക്കുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ റെപ്രസെന്റേഷൻ വരുമ്പോഴും ഓർത്തഡോക്സിയിൽ നമ്മൾ കാണുമ്പോൾ അമ്മ ശിശുവിനോട് കൂടെയാണ് അമ്മയെ കാണുന്നത്. അല്ല, ശിശു ഇല്ലാതെ ഒരു സ്ത്രീയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉയർത്തുകയല്ല, അങ്ങനെയല്ല കാണുന്നത്. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അത് പിന്നെ സെയിന്റ് മേരി ക്യൂൻ ഓഫ് ഹെവൻ ആണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ മറ്റൊന്ന് ഇതാണ് ഈ ഹോളി ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഹോളി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? യോസഫും മേരിയും ഉണ്ണീശോയും, മനസ്സിലായി? അതായത് യോസഫും മേരിയും ഉണ്ണീശോയും, അത് ആ മനുഷ്യത്വത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ജോസഫിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. യോസഫ് നിശ്ചയമായിട്ടും വിശുദ്ധനാണ്, ആദരവുകൾക്കും ഒക്കെ അർഹനാണ്. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ നമുക്ക് തുണയാണ്. നമ്മൾ ക്രിസ്തുമസിന്റെ എൽദോ നോമ്പിന്റെ സമയത്ത് ഒരു ദിവസം യോസെഫിനെ ഓർക്കുന്നുണ്ട്, അതുള്ളൂ. പക്ഷെ അതിനപ്പുറത്തൊരു പ്രാധാന്യമില്ല. ഈശോയും മറിയവും തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം, അമ്മയും കുഞ്ഞും, ആ ഒരു ബന്ധമാണ്. അതിനിടയിൽ ആരില്ല? യോസഫില്ല. ഒരു കാരണവശാലും ഓർത്തഡോക്സിയിൽ അങ്ങനെ ഒരു യോസഫ് ഇടയ്ക്ക് കയറി വരുന്നില്ല. അത് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് തിരു കുടുംബം എന്ന സങ്കല്പവും തിരു ഹൃദയം എന്ന സങ്കല്പവും ഇല്ല. പിന്നെയുള്ളത് ഈ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ഐഡിയ. അത് നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിൽ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പാശ്ചാത്യ സുവിശേഷത്തിൽ നമ്മൾക്ക് ഉള്ള ശിക്ഷയെല്ലാം കൂടെ കർത്താവ് ഏറ്റെടുത്തുന്നു. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്ക് പകരമായിട്ട് കർത്താവ് മരിച്ചു എന്നുള്ള ആശയമാണ്. അത് വളരെ ഗഹനമായ വിഷയമായതുകൊണ്ട് അതിൻ്റെ ഒരു പൊതു ധാരണ നമുക്ക് മതിയാകും. കാരണം അത് നമ്മൾ വളരെ വിശദമായി മറ്റ് ചർച്ചകൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സെലിബസി ഓഫ് പ്രീസ്റ്റ്. ഈ സെലിബസി ഓഫ് പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതായത് പുരോഹിതന്മാരുടെ നിർബന്ധിത ബ്രഹ്മചര്യം, ഒരിക്കലും ഒരു ഓർത്തഡോക്സ് പ്രാക്ടീസിലില്ല. പുരോഹിതന്മാർ, പ്രത്യേകിച്ച് ഇടവക പട്ടക്കാർ, അവർ വിവാഹിതരായിരിക്കണം. പൗലോസ്ലീഹയുടെ കൽപ്പനയുണ്ട്, അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവും
മക്കളെ നല്ല അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. അപ്പൊ ഇതാണ് ഓർത്തഡോക്സി. അപ്പൊ അതുകൊണ്ട് ഓർത്തഡോക്സിൽ നിങ്ങൾ നോക്കുമ്പോൾ അച്ഛന്മാർ വിവാഹിതരാണ്, കുടുംബസ്ഥരാണ്, അവരാണ് ഇടവകളെ ഭരിക്കുന്നത്. വളരെ അപൂർവമായിട്ട് വിവാഹിതരല്ലാത്ത പട്ടക്കാർക്ക് ഇടവക ചുമതല കൊടുക്കുന്നുണ്ട്. അതൊരു കാത്തലിക് ഇൻഫ്ലുവൻസ് ആണ്, കാത്തോലിസിസമാണ്, ഓർത്തഡോക്സി അല്ല. വിവാഹിതരായ ഒരു കുടുംബമുള്ള ഒരു പുരോഹിതൻ, ഒരു പട്ടക്കാരൻ ആയിരിക്കണം ഇടവകയെ ഭരിക്കുന്നത്. അതാണ് യഥാർത്ഥ ഓർത്തഡോക്സി. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വിവാഹം കഴിക്കാത്ത അച്ഛന്മാരാണ് എന്ന് പറയും. ഒരു കോർപ്പറേറ്റ് സ്വഭാവത്തിൽ ചിന്തിക്കുമ്പോൾ അതെ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടിയിരിക്കാൻ. പക്ഷെ ആ സഭയുടെ ഏറ്റവും വലിയ ഒരു പരാജയവും അത് തന്നെയാണ്. ഈ ആമസോൺ സിനഡ് 2019 നടന്നപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് അതേക്കുറിച്ച് മാർപ്പാപ്പ പ്രസ്താവന നടത്തുമെന്ന് പ്രതീക്ഷിച്ചത്. ഞാനൊക്കെ സിനഡ് സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പോലും മാർപ്പാപ്പ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പൊ 2019 പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു, അതായത് പുരോഹിതന്മാരുടെ വിവാഹം അനുവദിക്കുമെന്ന്. കത്തോലിക്ക സഭയിൽ 23 അംഗസഭകളുണ്ട്. അതിൽ കിഴക്കൻ സഭകളിൽ വിവാഹം അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മലങ്കര റീത്ത് സഭയ്ക്കും ഒക്കെ വിവാഹം അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവർ നടത്തുന്നില്ലെന്നേ ഉള്ളൂ. അതായത് വിവാഹിതരായ പട്ടക്കാർക്ക് അവർക്ക് അനുവാദമുണ്ട്. അതുകൂടാതെ 35 വയസ്സിന് മുകളിലുള്ള വിവാഹിതരായ ആളുകൾക്ക് ഡീക്കൺ സ്ഥാനം കൊടുക്കാമെന്നൊരു ഓപ്ഷൻ കാത്തലിക് ചർച്ചിലുണ്ട്. അത് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പൊ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭ, അത് ഇനി വിശേഷമായിട്ട് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിലെ കത്തോലിക്ക സഭ അല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. കാരണം കത്തോലിക്ക സഭയുടെ മേൽക്കോയ്മ സ്വീകരിച്ചിട്ടുള്ള സുറിയാനി സഭയാണ് കേരളത്തിലെ. സീറോ മലബാർ സഭയെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ സീറോ മലബാർ സഭ ഒരു സുറിയാനി സഭയാണ്. അത് കത്തോലിക്ക സഭയുടെ മേൽക്കോയ്മ സ്വീകരിച്ചിരിക്കുന്നതാണ്. അതായത് റോമൻ സഭയുടെ മേൽക്കോയ്മ സ്വീകരിച്ചിരിക്കുന്ന സുറിയാനി സഭയാണ് സീറോ മലബാർ സഭ. അതുകൊണ്ട് സുറിയാനി സഭയുടെ തനിമയും പാരമ്പര്യങ്ങളും പുനരാർജിക്കേണ്ട ഒരു സമയമാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു സഭയാണ് സീറോ മലബാർ. നമ്മൾ ലോകത്തിലെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചൊന്നും പഠിക്കാൻ ഇന്ന് അങ്ങനെ പ്രയാസമൊന്നുമില്ല. നിങ്ങൾ ലോകത്തിലെ എല്ലാ ക്രിസ്തീയ സഭകളെയും കൂടി എടുത്തു, കത്തോലിക്ക സഭയിലെ അംഗസഭകളെ എടുത്തു. ലാറ്റിൻ ചർച്ച് വലുതാണ്, എണ്ണം കൂടുതലാണ്. ഇതൊക്കെയാണെങ്കിൽ ഞാൻ ലോകത്ത് പല സ്ഥലങ്ങളിലും പോവുകയും ഇവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ കണ്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ടേക്കിൽ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് സഭ സീറോ മലബാർ സഭയാണ്. ലോകത്തിലെ അല്ല, ഞാൻ ഇന്ത്യയിലെയോ ഒന്നുമല്ല പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്, ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള സഭ. വസ്തുതകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ലത്തീൻ സഭ അവിടെയുണ്ട്, മെക്സിക്കോയിലുണ്ട്, പക്ഷേ പല ഘടകങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് ഏറ്റവും പൊട്ടൻഷ്യലുള്ള ഒരു സഭയാണ് ആ സീറോ മലബാർ സഭ. ചെയ്യേണ്ടത് വിവാഹിതരായവരെ പൗരോഹിത്യം കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു തീരുമാനം എടുത്ത് അതിലേക്ക് നടന്നാൽ അത് ചരിത്രപരമായ തീരുമാനമായിരിക്കും. സഭയെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമായിരിക്കും. കാരണം വിവാഹം വിലക്കിയിരിക്കുന്നുണ്ട്. ഈ സീറോ മലബാർ സഭയിലെ അംഗങ്ങളായിട്ടുള്ള വളരെ വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നയതന്ത്രജ്ഞന്മാർ, അതുപോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയൊക്കെയുള്ള പല ആളുകളുമായിട്ടും എനിക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അവർ പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. അതിലൊത്തിരി ആളുകൾ ചില സമയത്ത് അവർ സംസാരിക്കാൻ അവരുടെ കണ്ണിക്കൂടെ ഇങ്ങനെ കണ്ണുനീര് പൊടിഞ്ഞു വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ വിശുദ്ധ കുർബാന ഒന്ന് എടുക്കാൻ, ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കാരണം അവർ വിവാഹിതരാണ്, അവർ സാധാരണ ജീവിതം നയിക്കുകയാണ്. പക്ഷെ അവർക്ക് അതിനോടുള്ള തീവ്രമായ ഭക്തിയും ബഹുമാനവും ആ ഡെഡിക്കേഷനും ഒക്കെ കാണണം. അച്ഛന്മാരുടെ ഇടയിൽ അത്ര ഉണ്ടോ? കാരണം ഈ അച്ഛന്മാർ പലരും പല സമ്മർദ്ദങ്ങളിലും ചില സാഹചര്യങ്ങളിലും അച്ഛന്മാരാകാൻ നിർബന്ധിക്കപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. അതായത് ഒരുപക്ഷെ കുടുംബത്തിലെ ദാരിദ്ര്യം അല്ല മറ്റ് കഷ്ടപ്പാടുകൾ, വേറെ ജോലി കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ഒരു ക്വാളിറ്റി ഒക്കെ കുറഞ്ഞ ആളുകൾ പലരും ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങും.
ഇന്നത്തെ കാലത്ത് കുടുംബത്തൊക്കെ ആൺപിള്ളേരൊക്കെ കുറവാണ്. അപ്പോൾ ഉള്ള ഒരു ആൺതരി വിവാഹവും വേണ്ട, മക്കളും വേണ്ട, തലമുറയും വേണ്ട, സന്താനവും വേണ്ട എന്ന് വെച്ച് പള്ളിയച്ഛനാണോ കുടുംബസ്ഥനാണോ എന്നുള്ളൊരു വടംവലി വരികയാണ്. പക്ഷേ വിവാഹിതർക്ക് പൗരോഹിത്യം എന്നത് കൊടുക്കാമെങ്കിൽ കത്തോലിക്ക സഭ ചെയ്യുന്ന ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും. കാരണം വളരെ ക്വാളിറ്റിയുള്ള കുറേ അച്ഛന്മാർ, വിദ്യാഭ്യാസമുള്ള, മാന്യതയുള്ള, നല്ല കുടുംബ പാരമ്പര്യമുള്ള ആളുകൾ അച്ഛന്മാരാകും. അത് സഭയ്ക്ക് ഒരു സംരക്ഷണമായിരിക്കും, കീർത്തിയായിരിക്കും. പിന്നെ ഇത്രയും നാൾ ചെയ്ത ഒരു അബദ്ധം, അതിപ്പോ പെന്തക്കോസുകാർ ആഭരണം ഊരി കാണിച്ച പോലെ ഒരു അബദ്ധം ഒന്ന് കണ്ടാൽ മതി. ഇപ്പം പെന്തക്കോസുകാരൊക്കെ ഗോപ്യമായിട്ട് ആഭരണം ഇടാൻ തുടങ്ങി. പെന്തക്കോസുകാർ ബുദ്ധിപൂർവ്വം പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ആഭരണം ഇട്ടോടാ, ഞങ്ങളതൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയും. അതുപോലെ കത്തോലിക്ക സഭയ്ക്ക് പറ്റിയ ഒരു അബദ്ധം തന്നെയാണ് ഈ പുരോഹിതന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയും. ആദിമ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഓർത്തഡോക്സിയിൽ നോക്കുമ്പോൾ ഒരിക്കലും വിവാഹം വിലക്കിയിരുന്നില്ല. വിവാഹം വിലക്കുന്നതിനെ വിമർശിച്ച് പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയിട്ടുണ്ട്. മേൽപ്പട്ടക്കാർ പോലും വിവാഹിതരായിരുന്നു. പിന്നീട് മേൽപ്പട്ടക്കാരായിട്ട് അല്ലെങ്കിൽ മെത്രാൻ സ്ഥാനികളായിട്ട് ദയറാക്കാരെ കൊണ്ടുവരുന്ന ഒരു പരിപാടി തുടങ്ങി. ദയറ എന്ന് പറഞ്ഞാൽ സന്യാസാശ്രമമാണ്. അവർ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളെ വെടിഞ്ഞും ബ്രഹ്മചര്യം സ്വീകരിച്ചും തന്നെത്താൻ ഷണ്ണന്മാരാക്കി ദൈവരാജ്യ നിമിത്തം ശാരീരിക സുഖങ്ങളെ ത്യജിച്ചവരാണ് ദയറാക്കാർ, ഈ ഹീതായക്കാർ. അവരും ഗുഹകളിലോ മലകളിലോ ദയറാകളിലോ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തങ്ങളെ ഭരിക്കുവാനുള്ള മെത്രാന്റെ ആവശ്യം ഒഴിവ് വരുമ്പോൾ അന്നുള്ള സഭക്കാര് ദയറാകളിൽ പോവും. അവിടുന്ന് ഏതെങ്കിലും ഒരു ദയറാക്കാരനെ പിടിച്ച്, അപ്പൊ ഈ വിശ്വാസികള് മെത്രാനെ തിരക്ക് വരുന്നുണ്ടെന്ന് ദയറാക്കാർ കാണുമ്പോൾ ദയറാക്കാർ അവിടുന്ന് ഓടും, കൂടുതൽ ഉയരങ്ങളിലേക്ക് ഓടും, കൂടുതൽ അകലങ്ങളിലേക്ക് മറയും. കാരണം ഈ ലൗകിക സുഖങ്ങളിലേക്കും ഭരണത്തിലേക്കും അധികാരങ്ങളിലേക്കും ഒക്കെ തങ്ങളെ കൊണ്ടുപോവാണല്ലോ എന്നോർത്ത്. അപ്പൊ മെത്രാൻ സ്ഥാനത്ത് നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചവരെ ഇരുമ്പ് ചങ്ങലയ്ക്ക് ഇട്ട് പൂട്ടിക്കൊണ്ട് മെത്രാനാക്കിയ ചരിത്രം വരെയുണ്ട്. അത്രമാത്രം വിരക്തന്മാരായിരുന്നു. അതാണ് ഈ മസനപ്സ ഒക്കെ ഇട്ട് ഇരിക്കുന്നത്. ഈ മസനപ്സ എന്ന് പറഞ്ഞാൽ അതാണ് സന്യാസത്തിന്റെ അടയാളമാണ്, അല്ല അധികാരത്തിന്റെ അടയാളമല്ല, വിരക്തിയുടെ അടയാളമാണ്. അല്ലാതെ കോർപ്പറേറ്റുകളുടെ അധീശത്വം കിട്ടുമല്ലോ, സ്കൂളിന്റെ മാനേജർ ആകാമല്ലോ, രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താമല്ലോ എന്ന് വിചാരിച്ച് തലയെ മസനപ്സ ഇട്ട് വഴിനീളം നടക്കുകയല്ല, തെരുവിലൂടെ അലയുകയല്ല. അതല്ല മസനപ്സ എന്ന് പറഞ്ഞാൽ സന്യാസമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അതുകൊണ്ടാണ് നമ്മുടെ മേൽപ്പട്ടക്കാർ, ഈ അവിവാഹിതരായ മേൽപ്പട്ടക്കാർ വന്നത് സന്യാസമാണ്. ദേറാകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തിരുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ദേറാക്കാരെയാണ് ഇതാക്കി. അല്ലാതെ മെത്രാൻ ഒരിക്കലും അവിവാഹിതരായിരിക്കണം നല്ല നിർബന്ധം. മറിച്ച് ദേറാക്കാരെ മെത്രാനാക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ സഭയിൽ വന്നു. അതുകൊണ്ട് മേൽപ്പെട്ടക്കാർ അവിവാഹിതരായിരിക്കുന്നു. അത് അഭിലഷണീയമായ കാര്യമാണ്, നല്ല കാര്യമാണ്. അതുകൊണ്ട് മേൽപ്പെട്ടക്കാര് അങ്ങനെ തന്നെ ദേറാക്കാർ തന്നെ ആയിരിക്കട്ടെ, ദേറാക്കാർ ഭരിക്കട്ടെ. അവർക്ക് പൂർണ്ണ ഏകാഗ്രതയോടെയും സമർപ്പണത്തോടെയും പ്രതിബദ്ധതയോടെയും സഭയെ നയിക്കാൻ അത് നല്ല കാര്യമാണ്. പക്ഷേ ഇടവക പട്ടക്കാർ വിവാഹിതരാണ്, അവരുടെ വിവാഹം വിലക്കി, അല്ലാതെങ്കിൽ നിർബന്ധിത ബ്രഹ്മചാര്യം അതൊരു ഉപദേശ വൈകല്യമാണ്. അല്ലെങ്കിൽ അത് ഓർത്തഡോക്സിയും കാതോലിസിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഈ നിർബന്ധിത ബ്രഹ്മചര്യം. പിന്നെ അതുപോലെ തന്നെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ ഒരു വ്യത്യാസം. വിശുദ്ധ കുർബാന അർപ്പിക്കാന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് പ്രാക്ടീസിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുത്താൽ ബാക്കി പട്ടക്കാരൻ ഭക്ഷിച്ച് പ്രാർത്ഥിച്ച് പൂജാപാത്രങ്ങൾ തുടച്ച് വിശുദ്ധ കുർബാന അവിടെ അവസാനിക്കുകയാണ്. അല്ലാതെ വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച കുറച്ച് കുർബാന എടുത്ത് വേറെ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നില്ല. അതൊരു കാത്തലിക് പ്രാക്ടീസാണ്. ഓർത്തഡോക്സിയിൽ അങ്ങനെ ഇല്ല. അരുളിക്കയിൽ വിശുദ്ധ കുർബാന വെച്ച് അതിനെ ആരാധിക്കുക, അല്ല ഭിത്തിക്കകത്ത് ഒരു ദ്വാരമുണ്ടാക്കി അതിനകത്ത് കൊണ്ട് വിശുദ്ധ കുർബാന സൂക്ഷിച്ചു വെക്കുക. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്നവർക്ക് അർപ്പിച്ച മേശയിൽ നിന്നല്ല വിശുദ്ധ കുർബാന കൊടുക്കുന്നത്, ഭിത്തിക്കകത്തൊരു പൊത്തിൽ നിന്ന് വിശുദ്ധ കുർബാന കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഇത്തരം പ്രാക്ടീസുകൾ ഒരു ഓർത്തഡോക്സുകാരൻ ചെന്നിട്ട് കാത്തലിക്കിൽ കണ്ടു കഴിയുമ്പോൾ അവർക്ക് അത്ഭുതപ്പെടും, ഇതെന്താ സംഭവിക്കുന്നത്. കാരണം കുർബാന ഇന്നാളെ ഒരു ഓർത്തഡോക്സുകാരൻ എന്നോട് പറഞ്ഞു, ഞാനൊരു കുർബാനയ്ക്ക് കത്തോലിക്ക കുർബാനയ്ക്ക് പോയി, ഈ കത്തോലിക്ക കുർബാന ഞാൻ നോക്കിക്കൊണ്ട് വന്നു, എല്ലാം കഴിഞ്ഞപ്പോൾ സൈഡിൽ ഒരു ഭിത്തിക്കകത്ത് നിന്ന് എനിക്ക് ഒരു അപ്പം എടുത്തുകൊണ്ട് തന്നു. അത് അപ്പം മാത്രമേ തന്നുള്ളൂ, വീഞ്ഞിൽ മുക്കിയൊന്നുമല്ല തന്നത്. ഇതൊക്കെയാണ്. അപ്പം നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിശുദ്ധ കുർബാന ഒരിക്കലും അപ്പവീഞ്ഞുകളെ എന്ത് ചെയ്യുന്നില്ല, വേർതിരിക്കുന്നില്ല. അപ്പത്തിന് മീതെ വീഞ്ഞും പുരട്ടി അപ്പവീഞ്ഞുകൾ ഒരുമിച്ച് കാർമികൻ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു പതിവ്, ഒരു പൂർവിക പാരമ്പര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ വിശുദ്ധ കുർബാന ഒരിക്കലും ആരാധിക്കുന്നില്ല. ഇപ്പം അതിന്
വോസ്തി, തിരുവോസ്തി മെഷീൻ കട്ടായിട്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കി ആ അപ്പം ഇങ്ങനെ, പിന്നെ അതിന് ഒരു പേര് പറയും ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞിട്ട് അതിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുകയാണ്. അപ്പൊ ദിവ്യകാരുണ്യം എടുത്ത് ഒരു അരുളിക്ക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കുരിശ് പോലുള്ളൊരു സാധനം അതിനകത്ത് വെച്ചിട്ട് അതിനെ പോയി ഇരുന്ന് ആരാധിക്കുകയാണ്. കർത്താവായ യേശു മെശിഹ പറഞ്ഞത് വാങ്ങി ഭക്ഷിക്കുവീൻ എന്നാണ്, അല്ലാതെ വാങ്ങി വണങ്ങുവീൻ എന്നല്ല. കർത്താവ് യേശു മെശിഹ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ വിശുദ്ധ കുർബാന എന്നിട്ട് പറഞ്ഞത് വാങ്ങി ഭക്ഷിക്കുവീൻ, അല്ലാതെ ഇത് വാങ്ങി ചില്ലിനകത്ത് വെച്ച് അതിനെ വണങ്ങിക്കൊണ്ടിരിക്കാനല്ല പറഞ്ഞു. വാങ്ങി വണങ്ങുവീൻ എന്നല്ല. അതൊരു തെറ്റായ പ്രാക്ടീസാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു കാത്തലിക് പ്രാക്ടീസാണ്. പക്ഷെ ഓർത്തഡോക്സിയിൽ അതില്ല. ഓർത്തഡോക്സിയിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശുദ്ധ കുർബാന കാണാൻ പോലും കിട്ടത്തില്ല. ആ വിശുദ്ധ കുർബാന എന്ത് ചെയ്യുന്നു? ആ കൊടിലുകൾ കൊണ്ട് ആ തീക്കട്ട ഏശയ്യായുടെ അധരങ്ങളിലേക്ക് കൊടുത്തതുപോലെ കാർമികൻ ആ തീക്കട്ടയാകുന്ന വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. ഒരു പൂർവിക പാരമ്പര്യമാണ്. ഫാഷന്റെ ഒരു ഭാഗമായിട്ട് ഇനി വിശുദ്ധ കുർബാനയുടെ ഒരു ഭാഗം നാളെ ആരെങ്കിലും ഓർത്തഡോക്സ് സഭകളിൽ ഇങ്ങനെ ചില്ലിനകത്തിട്ട് ആരാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരുപാട് കാത്തലിക് സ്വാധീനത്തിൽ പല കാര്യങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല് ഈ കത്തോലിക്ക സഭയിലെ മാലാഖമാരോട് പ്രാർത്ഥിക്കും. ഓർത്തഡോക്സിൽ മാലാഖമാരോട് പ്രാർത്ഥിക്കാറില്ല. വിശുദ്ധന്മാരുടെ അപേക്ഷകൾ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥത അപേക്ഷിക്കും, പക്ഷെ മാലാഖമാരോട് പ്രാർത്ഥിക്കാറില്ല. മാലാഖമാരുടെ സ്തുതിപ്പുണ്ട്, എന്നാൽ അത് മാലാഖമാർ സ്തുതിക്കുന്ന സ്തുതിപ്പ് നമ്മൾ സ്തുതിക്കുന്നതാണ്. മാലാഖമാരുടെ പേരിലും ഒന്നും പള്ളികൾ വെക്കാറില്ല, വിശുദ്ധന്മാരുടെ പേരിലാണ് പള്ളികൾ വെക്കുന്നത്. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്, പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അതുപോലെ നമ്മൾ ബ്രെഡ് മാത്രമായിട്ട് കൊടുക്കാറില്ല. അതുപോലെ പിന്നെ അത് പ്രധാനപ്പെട്ട വ്യത്യാസമൊന്നും അല്ല, പക്ഷെ എങ്കിലും പറഞ്ഞു വന്നപ്പം അതും കൂടെ സാന്ദർഭികമായിട്ട് പറയാം. ഈ പുരോഹിതന്മാർ ക്ലീൻ ഷേവ് ചെയ്യുന്നത് ഒരു ഓർത്തഡോക്സി അല്ല. ഓർത്തഡോക്സിയിൽ എപ്പോഴും താടി നീട്ടിയിട്ടാണ് പുരോഹിതന്മാർ നിൽക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയിൽ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ക്ലീൻ ഷേവാണ്. അതുപോലെ യേശുക്രിസ്തുവിന്റെ സിനിമ നിങ്ങൾ ഈ ജീസസ് മൂവി കണ്ടാൽ മതി. 2 ഗ്രൂപ്പാണ് ഉള്ളത്. യേശുവും ശിഷ്യന്മാരും ഉണ്ട്, യേശുവിനെ ക്രൂശിച്ച റോമാക്കാർ പടയാളികളും ഉണ്ട്. യേശുവിനും ശിഷ്യന്മാർക്കും താടിയുണ്ട്, ക്രൂശിച്ച റോമാക്കാർക്ക് എല്ലാം ക്ലീൻ ഷേവും അല്ലേ. അപ്പൊ ഈ ക്ലീൻ ഷേവ് ചെയ്തവര് ഞങ്ങൾ കർത്താവിനെ ക്രൂശിച്ചവരുടെ കൂടെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ കർത്താവിന്റെ ക്രൂശകരാണ്, അതാണ് ക്ലീൻ ഷേവ് ചെയ്തിട്ട് നിൽക്കുന്നത്. ക്രിസ്തു ശിഷ്യന്മാർ, ക്രിസ്തുവിന്റെ കൂടെ താതാത്മ്യപ്പെട്ടവര് എന്ത് ചെയ്യുന്നു? താടി നീട്ടി ആ ക്രിസ്തു ശിഷ്യന്മാരായിട്ട് നിൽക്കുന്നു. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. കാരണം ക്രിസ്തുവിന്റെ ഘാതകരുടെ ഒരു മുഖഭാവം ഒരു ഇതൊന്നുമില്ല. അതൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകള്, പ്രത്യേകിച്ച് കേരളത്തിലെ സീറോ മലബാറിലെ അച്ഛന്മാർ എന്തിനാ ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർക്കെല്ലാം താടി, നമ്മൾ പൗരസ്ത്യരാണ്, കിഴക്കൻ പ്രദേശത്തുള്ളവരാണ്. പൗരസ്ത്യരായ നമുക്ക് ഇപ്പൊ ഇറ്റലിയിലും ഒക്കെ ഉള്ള ആളുകള് അവരുടെ പതിവനുസരിച്ച് അവര് ക്ലീൻ ഷേവ് ചെയ്ത് നടക്കട്ടെ. പക്ഷെ കേരളത്തിലെ പുരോഹിതന്മാർക്ക് നിങ്ങൾക്ക് താടി നീട്ടാവുന്നതാണ്. എന്തിനാണ് നിങ്ങൾ ഈ മണ്ടത്തരം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പെന്തക്കോസ്തുകാരും അതാണ്, കത്തോലിക്ക അനുകരണമാണ്. അവരും മീശ പഠിച്ച് ഇങ്ങനെ നടക്കുന്നത്. കത്തോലിക്ക സഭയുടെ ഒരു ചെറുപുത്രിയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ, മറ്റൊരു പുത്രിയാണ് എത്തീസം. നമ്മളിപ്പോഴും പറഞ്ഞിട്ടുള്ള 3 മക്കളാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. കത്തോലിക്ക സഭയുടെ 3 പെൺമക്കൾ, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് അതൊരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഈ തലപ്പാവ് എടുത്തു മാറ്റിയത്, നമ്മുടെ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ തലപ്പാവുണ്ട്. അത് മാർത്തോമ അച്ഛന്മാരും ആ തലപ്പാവ് മാറ്റിയിട്ടുണ്ട്, തൊപ്പി മാറ്റിക്കളഞ്ഞത്. ഇത്രയൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെയുള്ള ഒരു വ്യത്യാസം, ഈ ഒരുപാട് വ്യത്യാസങ്ങൾ ഇനിയുണ്ട്. ഒരു വ്യത്യാസവും കൂടെ, ഈ വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകൾ യേശു മിശിഹായുടെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നുള്ള ഒരു ഉപദേശം. അതായത് അതിനെ പറയുന്നത് ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ. അതായത് സബ്സ്റ്റൻസ് മാറുന്നു, ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ, കോൺസബ്സ്റ്റാൻഷിയേഷൻ, പ്രസൻസ്, ഇങ്ങനെയൊക്കെയുള്ള പല വാദങ്ങളുണ്ട്.
നമ്മുടെ സഭയെ സംബന്ധിച്ച് ഏറ്റവും ഓതന്റിക് അല്ലെങ്കിൽ ഏറ്റവും ഏൻഷ്യന്റ് ഫോം ഓഫ് ബിലീഫ് എന്താണ്? നമ്മൾ വി ബിലീവ് ഇറ്റ് ഇസ് എ മിസ്റ്ററി. അത് രഹസ്യമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇത് കർത്താവ് മെസ്സിഹയുടെ ശരീര രക്തങ്ങളാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മിസ്റ്ററി. അതുകൊണ്ടാണ് നമ്മൾ മിസ്റ്ററി എന്ന് പറയുന്നത്. എലമെന്റ്സ് ഓഫ് മിസ്റ്ററി അതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അപ്പവീഞ്ഞുകൾ സ്വീകരിക്കുമ്പോൾ എലമെന്റ്സ് ഓഫ് മിസ്റ്ററി. ക്രിസ്തു മനുഷ്യരൂപത്തിൽ നടക്കുമ്പോൾ അവൻ ദൈവമായിരുന്നു, അല്ലെ? കാണുന്ന മനുഷ്യനാണ്. പടകിൽ കടന്നുറങ്ങുന്നു. വിശക്കുമ്പോൾ അത്തിമരത്തെ നോക്കുന്നു, വല്ലതും കിട്ടുമോ? ദാഹിക്കുമ്പോൾ ശമര്യക്കാരത്തി സ്ത്രീയോട് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നു. ക്ഷീണിക്കുമ്പോൾ ശിമോന്റെ പടയിൽ കടന്നുറങ്ങുന്നു. ആ മനുഷ്യരൂപമാണ്, പക്ഷെ അവൻ ദൈവമാണ്. അതാണ് മിസ്റ്ററി. ഈ മിസ്റ്ററിയിൽ പരാജയപ്പെടുന്നു. ഇത് അപ്പമാണ്, ഇത് വീഞ്ഞാണ്. കാണുന്നത് അപ്പവും വീഞ്ഞുമാണ്, പക്ഷെ അത് ശരീരവും രക്തവുമാണ്. എങ്ങനെയാണ്? ഇറ്റ്സ് എ മിസ്റ്ററി, രഹസ്യമാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹോളി സീക്രട്ട്. റെഗുലർ സീക്രട്ട് അല്ല, ഹോളി സീക്രട്ട്, പരിശുദ്ധ രഹസ്യം. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നത് രഹസ്യം രഹസ്യം കൽപ്പീച്ചീശൻ. ഇത് രഹസ്യമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ. നമ്മെ സംബന്ധിച്ച് ഇത് ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ ആണെന്നോ കോൺസബ്സ്റ്റാൻഷിയേഷൻ ആണെന്നോ അങ്ങനെയുള്ള തർക്ക വിതർക്കങ്ങളിലൊന്നും ഇല്ല. ഇറ്റ്സ് എ മിസ്റ്ററി. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. നമ്മൾ ഒരിക്കലും വാങ്ങി വണങ്ങുവീൻ എന്നല്ല കർത്താവ് പറഞ്ഞത്, മറിച്ച് വാങ്ങി ഭക്ഷിക്കുവീൻ എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വത്സലരേ